ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസം വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ തിരുവചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാൻ തക്കവണ്ണം സർവശക്തനായിട്ടുള്ള ദൈവം നമ്മളെ സഹായിക്കുന്നത് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഏവരെയും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഇന്നത്തെ ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയതായിട്ടുള്ള ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വരെ പഠിച്ച് തീർക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായത്തിലേക്ക്, അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് കൊണ്ട് 1 തെസ്സലോനിക്കറിൻ്റെ പഠനം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയുമെന്ന് കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു. പ്രാരംഭമായിട്ട് 5-ാമത്തെ അധ്യായം 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. തെസ്സലോനിക്ക ലേഖനത്തിലെ 1 തെസ്സലോനിക്കരുടെ ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് കൊടുക്കുന്നതായിട്ടുള്ള കുറേ അധികം പ്രബോധനങ്ങളാണ് നമുക്ക് അവസാനമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ 5-ാമത്തെ അധ്യായത്തിൻ്റെ 10 വരെയുള്ളതായ വാക്യങ്ങൾ പഠിച്ചപ്പോൾ, 1-ാമത്തെ അധ്യായം മുതൽ 5-ാമത്തെ അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചപ്പോൾ ഒരുപാട് ആത്മീയ സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. സഭയ്ക്ക് കൊടുക്കേണ്ടുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിഞ്ഞു. സഭ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എപ്രകാരമായിരിക്കണം, സഭാ പ്രവർത്തകർ എപ്രകാരമായിരിക്കണം, സഭയെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കണം. ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഒരു ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ദൈവ ജനത്തിൻ്റെ കൂട്ടം എപ്രകാരമായിരിക്കണമെന്ന് വളരെ സവിസ്തരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ കൂടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ നിരവധി ക്ലാസ്സുകളിൽ കൂടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിരവധിയായിട്ടുള്ള പ്രബോധനങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതായത് ഒരു സഭയുടെ, ഒരു കൂട്ടായ്മയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു ക്രിസ്തീയ കൂട്ടായ്മയുടെ റെസ്പോൺസിബിലിറ്റി, വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓർ എ ക്രിസ്ത്യൻ ചർച്ച്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മിഷൻ ഓഫ് ദ ചർച്ച് വിതിൻ, ഇൻസൈഡ് ദ ചർച്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇവിടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നിരവധി പ്രബോധനങ്ങളാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് കാണേണ്ടത് എന്താണ്?
ഒരു കൂട്ടായ്മയുടെ ദൗത്യം എന്താണ്, ഒരു കൂട്ടായ്മയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്. അത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താണ്? സുവിശേഷവൽക്കരണം, അല്ലേ? മിഷൻ എന്നുള്ളൊരു ചിന്ത കയറി വരും. നല്ലതാണ്, അത് വേണ്ടെന്നല്ല പറയുന്നത്, അതാണ് സഭയുടെ ദൗത്യവും. എന്നാൽ ഒരു കമ്മ്യൂണിറ്റിയിൽ, വിതിൻ ദ കമ്മ്യൂണിറ്റി, വാട്ട് ഈസ് അവർ മിഷൻ? നമ്മൾ പലപ്പോഴും അത് ഇഗ്നോർ ചെയ്ത് പോകുന്നവരാണ്. കമ്മ്യൂണിറ്റിയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ തന്നെ, ഒരു ഇടവകയാണെങ്കിൽ ആ ഇടവകയിൽ തന്നെ തമ്മിൽ വേണ്ടുന്നതായിട്ടുള്ള ഉത്തരവാദിത്വം, അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ പുറമേ ഉള്ള ദൗത്യങ്ങൾ നോക്കും, പുറമേ ഉള്ള ഉത്തരവാദിത്വങ്ങൾ നോക്കും, പുറമേ ഉള്ളവരെ എങ്ങനെയാണ് കരുതേണ്ടുന്നത്, സഹായിക്കേണ്ടത് ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെങ്കിൽ വിതിൻ ദ ചർച്ച്, വിതിൻ ദ കമ്മ്യൂണിറ്റി, വിതിൻ ദ പാരിഷ്, വാട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി? അതാണ് പൗലോസ് അവസാനം ഈ അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ പൗലോസ് ഓർപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനുശേഷമാണല്ലോ 14-ാമത്തെ വാക്യം മുതലാണ് ഈ പറയുന്ന പ്രബോധനങ്ങളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അതിന് മുന്നമേ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പ്രവേശിച്ചതിന് ശേഷം നമുക്ക് പോകാം. 12-13 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനം ആയിരിപ്പീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വി ആസ്ക് യു ബ്രദേഴ്സ് ടു റെസ്പെക്ട് ദോസ് ഹു ലേബർ അമംഗ് യു ആൻഡ് ആർ ഓവർ യു ഇൻ ദ ലോർഡ് ആൻഡ് അഡ്മോണിഷ് യു ആൻഡ് ടു എസ്റ്റീം ദം വെരി ഹൈലി ഇൻ ലവ് ബിക്കോസ് ഓഫ് ദെയർ വർക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷ വേലക്കാരെ ആദരിക്കേണ്ടുന്ന, ബഹുമാനിക്കേണ്ടുന്ന, അവരെ കരുതേണ്ടുന്നതായിട്ടുള്ള അനുഭവത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഒന്നാമതായിട്ട് സഭയെ പ്രബോധിപ്പിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. അവിടെ പറഞ്ഞത് എന്താണ്? ഒരു സഭാ ശുശ്രൂഷകൻ്റെ, ഇവിടെ പ്രധാനമായിട്ടും പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് സഭാ ശുശ്രൂഷകരെ കരുതേണ്ടുന്ന ആവശ്യം എന്താണെന്ന് ഈ തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഡ്യൂട്ടീസ് ഓഫ് എ മിനിസ്റ്റർ, ഒരു ശുശ്രൂഷകൻ്റെ ജോലി എന്താണ് എന്നുകൂടെ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 കൂട്ടം കാര്യങ്ങളാണ് പൗലോസ് അവിടെ പ്രബോധിപ്പിച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന. ഓക്കെ, ഒന്നാമത് അവിടെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്ന, ദോസ് ഹു ലേബർ എമംഗ് യു. അപ്പോൾ ഒന്നാമത് നമ്മളവിടെ കാണുന്നു നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവർ. 2, നിങ്ങളെ ഭരിക്കുന്നവർ. 3, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നവർ. അങ്ങനെ 3 ദൗത്യം, അതായത് ഒരു ശുശ്രൂഷകൻ്റെ പ്രധാനപ്പെട്ടതായ അല്ലെങ്കിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന 3 ദൗത്യങ്ങളെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1, അധ്വാനിക്കുന്ന വ്യക്തിയായിരിക്കണം ആ ശുശ്രൂഷകനെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. 2, അവരെ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? അവരെ ഭരിക്കുന്നതായിട്ടുള്ള വ്യക്തിത്വമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 3, പ്രബോധിപ്പിക്കുന്നതായിട്ടുള്ള വ്യക്തിയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഭാ ശുശ്രൂഷകരെ കരുതണം എന്നുള്ളതായ ആഹ്വാനം സഭയ്ക്ക് നൽകുമ്പോൾ ആ സഭയോട് തന്നെ അവരുടെ വേലയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്, കാണുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അധ്വാനിക്കുക. ശുശ്രൂഷകൻ രാവിലെ ഒരു തൂമ്പായും എടുത്തുകൊണ്ട് പോയി കളയ്ക്കാൻ പോകുന്നതാണോ അധ്വാനം എന്ന് ചിന്തിച്ചോണം, അല്ലേ? അവിടെ ഒരു അധ്വാനത്തിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ലേബർ ഓഫ് ലവ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹത്തിൻ്റെ അധ്വാനം. കാരണം ഈ സഭാ ശുശ്രൂഷകർ എപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താകുന്നു എന്ന് ചോദിച്ചാൽ ഇടവയിലെ ഗ്രൂപ്പിസങ്ങളാണെന്ന് ഓർത്തുകൊള്ളാം. ഈ ഒരു കണ്ണി മറ്റൊരു കണ്ണിയുമായിട്ട് വിളക്കി ചേർക്കുക എന്നുള്ളൊരു വലിയ ശ്രമകരമായിട്ടുള്ള നടപടിയാണെന്ന് ഓർത്തോണം. കാരണം ഈ 3, 4, 5 ഉള്ള ഗ്രൂപ്പൊക്കെ ഉള്ളതായ ഇടവകളെ ഒറ്റ ഗ്രൂപ്പിലാക്കിക്കൊണ്ട് സമവായത്തിൽ ഒരേ ചരടി കെട്ടിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് ശ്രമകരമായിട്ടുള്ള അധ്വാനമാണ്. അധ്വാനമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രാവിലെ തൂമ്പായും എടുത്തുകൊണ്ട് കിളയ്ക്കാൻ ഇറങ്ങുന്നത് മാത്രമാണ് അധ്വാനം. അല്ല, അതിനേക്കാട്ടിലും വലിയ അധ്വാനമാണ്, മുട്ടിന്മേൽ മണിക്കൂറുകൾ നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരധ്വാനമാണ് ഈ സ്നേഹത്തിൻ്റെ അധ്വാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുമിപ്പിച്ചു കൊണ്ടുപോവുക, യൂണിറ്റിയിൽ ക്രൈസ്തവ സഭയെ ഒരേ ആത്മാവിൽ, ഒരേ ചരടിൽ,
മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുക എന്ന് പറയുന്നതായിട്ടുള്ള അധ്വാനം പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്? സഭാ ശുശ്രൂഷകർക്ക് ആയിട്ട് നേതൃത്വം നൽകുവാനായിട്ട് വരുന്നവർ മുഖാന്തരം തന്നെ ഇടവകളിൽ 4, 5, 6 ഗ്രൂപ്പുകൾ വെട്ടിക്കീറി ഉണ്ടാക്കി വെക്കും അല്ലേ? അങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കാറും കേൾക്കാറും ഉണ്ടെന്ന് ഓർത്തോണം. ഈ സഭാ ശുശ്രൂഷകർ തന്നെ 3, 4 ഗ്രൂപ്പുകളാക്കി വെക്കും എന്നോർത്തോളം. എന്തൊരു അധ്വാനമാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോണം. മറിച്ച് ഇങ്ങനെ 3, 4 ഗ്രൂപ്പ് ആയിരിക്കുന്ന ഇടവകളിലേക്ക് കടന്നു വന്ന് അതിനെ ഒന്നാക്കി കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുന്ന പട്ടക്കാർ, അത് വലിയൊരു അധ്വാനമാണ്. ഈ മുറിക്കാൻ എളുപ്പമാണ്, വെട്ടൊന്ന് മുറി 2 അല്ലേ? മുറിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കുമില്ല. പക്ഷേ ഈ മുറിച്ചതിനെ മുറി കൂട്ടാൻ പെടാപ്പാട് പെട്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ മുറിച്ചതിനെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണ്, അവിടെ ഒരു മാർക്കിങ് എപ്പോഴും ഉണ്ടായിരിക്കും, ഒരു മുറിവിൻ്റെ പാട് എപ്പോഴും ഉണ്ടായിരിക്കും. അത് കാണുന്ന ഉടനെ പിന്നെ ഇങ്ങനെ തകട്ടി വരും സംഭവം. ഇത് ഈ പുള്ളി വന്ന് മുറിച്ചതാണല്ലോ എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് മുറിക്കാൻ എളുപ്പമാണ്, എന്നാൽ മുറി കൂട്ടുക എന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള അധ്വാനം. അപ്പോൾ ആരെയാണ് നിങ്ങൾ ബഹുമാനിക്കേണ്ടുന്നത്? നിങ്ങളുടെ ഇടയിൽ സ്നേഹത്തിൻ്റെ അധ്വാനം ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷകരെ നിങ്ങളെ ബഹുമാനിക്കണം, നിങ്ങൾ ആദരിക്കണം എന്നുള്ളത് വളരെ കർശനമായിട്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. എന്താ പറയുന്നത്? റെസ്പെക്റ്റ് ദോസ് ഹു ലേബർ അമങ് യു. നിങ്ങളിൽ സ്നേഹത്തിൻ്റെ അധ്വാനം, ഒരുമയുടെ അധ്വാനം, ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ ശുശ്രൂഷ മനോഭാവത്തിൻ്റെ അധ്വാനം നിവർത്തിക്കുന്നവരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളെ ഭരിക്കുന്നവർ അല്ലേ? നിങ്ങളെ ഭരിക്കുക. അതിന് എന്താ പറയുക, നമ്മളെ റൂള് ചെയ്യുക എന്നുള്ളൊരു അർത്ഥമല്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എന്നോർത്തോളം. അവിടെയും എന്താണ്? സ്നേഹത്തിൻ്റെ മനോഭാവത്തിലുള്ളതായ ഒരു അനുഭവത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആൻഡ് ആർ ഓവർ യു ഇൻ ദ ലോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ നിങ്ങളെ ഭരിക്കുന്നതായ, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായ, നിങ്ങളെ ലീഡ് ചെയ്യുന്നതായ, നിങ്ങളെ നയിക്കുന്നതായ ആളുകളെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്. ഹീബ്രു 13:17 അവിടെ പറയുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ഒബേ യുവർ ലീഡേഴ്സ് ആൻഡ് സബ്മിറ്റ് ടു ദം, ഫോർ ദേ ആർ കീപ്പിംഗ് വാച്ച് ഓവർ യുവർ സോൾസ് ആസ് ദോസ് ഹൂ വിൽ ഹാവ് ടു ഗീവ് ആൻ അക്കൗണ്ട്. ലെറ്റ് ദം ഡു ദിസ് വിത്ത് ജോയ് ആൻഡ് നോട്ട് വിത്ത് ഗ്രോണിങ്, ഫോർ ദാറ്റ് വുഡ് ബി ഓഫ് നോ അഡ്വാൻറ്റേജ് ടു യു. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒബേ യുവർ ലീഡേഴ്സ് ആൻഡ് സബ്മിറ്റ് ടു ദം. ഇപ്പോൾ ഇവിടെ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറഞ്ഞപ്പോൾ എന്താണ്? നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും ചെയ്യുന്നവരെ, പ്രബോധിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ വീണ്ടും എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കണം, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടിയവരാണ്, നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല ചെയ്യേണ്ടത്, സന്തോഷത്തോടുകൂടെ ചെയ്യണം. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അപ്പം ഭരിക്കുക, നയിക്കുക, അവരെ അനുസരിച്ചിരിക്കുക. ഇതിനെനിക്ക് എക്സാമ്പിൾ പറയുവാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കത്തോലിക്ക സഭകളിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, അവിടുത്തെ വൈദികരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന എക്സ് ഓർ വൈ എന്നുള്ള ലീഡേഴ്സ് ആയിട്ട്, ആ നേതൃത്വം കൊടുക്കുന്നവർ പറയുന്നത് കൃത്യമായിട്ട് ആ സമൂഹം അനുസരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ അനുസരിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അങ്ങനെയുള്ളതായ സഭകൾ ഇപ്പം ഒരു പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുക്കാനായിട്ട് വരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് കൺവിക്ഷൻസ് ഉണ്ടായിരിക്കും. ഇത് ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിനെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കും, ഇന്ന രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കും, ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കൂട്ടായ്മ ശക്തിപ്പെടും, ബലപ്പെടും എന്നുള്ള ചിന്ത അവർക്ക് വരും. അപ്പോൾ അവരുടെ കൺവിക്ഷൻ അനുസരിച്ചിട്ട് ഇന്ന വഴിയെ പോയി കഴിഞ്ഞാൽ ഇത് സക്സസ് ആവും എന്നുള്ള ചിന്ത. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിനുള്ള ഫ്രീഡം, ആ ഒരു ഫ്രീഡം കത്തോലിക്ക പട്ടക്കാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ്,
ഇരിപ്പതാണ്, അവർക്ക് മറുചോദ്യമില്ല, അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് സ്മൂത്തായിട്ട് പോകും. അങ്ങനെ തന്നെ ഇല്ലയോ? അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതെനിക്കറിയാം. അപ്പം ഇവരെല്ലാം അങ്ങനെ തന്നെയാണ്. അല്ല, അത് വേറെ, അത് രണ്ടും രണ്ട്, അതല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് വേറൊരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമ്മളൊരു ഇടവക ഭരണമായിട്ട് നോക്കുമ്പോൾ, സഭയുടേതായാലും നോക്കുമ്പോൾ, അവർക്ക് ഒരു കൃത്യതയുണ്ട്, അവർക്കൊരു അപ്പർ ഹാൻഡുണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും. എന്നാൽ കൊള്ളരുതായ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ നമ്മൾ നല്ല കാര്യം ചെയ്യുവാനായിട്ട് കടന്നു വരുമ്പോൾ അതിനെ മുളയിലെ നുള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഒരു കാര്യവുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവരും തളരും, ക്ഷീണിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർത്തോണം. അപ്പോൾ സഭയോടുള്ളതായ ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, അല്ലേ? ദൈവവചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന, പലപ്പോഴും ദൈവവചനം നമ്മൾ കേൾക്കും, പക്ഷെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും നമുക്ക് കാണിക്കാറില്ല. ഇവിടെ പറയാം, നിങ്ങളെ നടത്തുന്നവരെ, അതായത് നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവരെ, നിങ്ങളെ ഭരിക്കുന്നവരെന്ന് പറയുമ്പോൾ ഓർത്തോണം, നിങ്ങളെ ഗൈഡ് ചെയ്ത്, നിങ്ങളെ ലീഡ് ചെയ്ത് നടത്തുന്നവരെ, പിന്നെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നവരെ എന്ത് ചെയ്യണം? അവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുകയാണ്. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല ചെയ്യേണ്ടത്, സന്തോഷത്തോടുകൂടെ ചെയ്യുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ ദൈവമക്കളെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നല്ല കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കും, അല്ലേ? 250 വിമർശനമാണ്. ഏറ്റവും ഭംഗിയായിട്ട്, ചന്തമായിട്ട്, അനുഗ്രഹപ്രദമായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടും. കൂട്ടായിട്ടുള്ള തീരുമാനമായാൽ പോലും പിന്നീട് മാറി നിന്നുകൊണ്ട് വിമർശിക്കുന്നതായിട്ടുള്ള സമൂഹമാണ് നമ്മുടെയൊക്കെ സമൂഹങ്ങളെന്ന് ഓർത്തോളൂ. അങ്ങനെ വരുന്നതായിട്ടുള്ള സമയത്ത് എന്താണ്, മുമ്പിൽ ഇൻഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും ഇത് ചെയ്തിട്ട് തന്നെ പ്രയോജനം എന്നുള്ള നിലയിലേക്ക് അവർ പിന്നീട് അങ്ങ് പുറയിലേക്ക് മാറും. ഓട്ടോമാറ്റിക്കലി ഡിപ്രഷനിലേക്ക് പോകും. കാരണം ഇവിടെ ചെയ്തിട്ട് പ്രയോജനമില്ല എന്നുള്ള നിലയിലേക്ക് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷെ അങ്ങനെ അതാ പറയാം, അവർ ഞരങ്ങിക്കൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അവർ സന്തോഷത്തോടുകൂടെ ചെയ്യണം. അവർ സന്തോഷത്തോടുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് സപ്പോർട്ട് സഭ, ഇടവക, കൂട്ടായ്മ കൊടുത്തില്ലെങ്കിൽ എന്താണ്, ഈ പറയുന്നതായിട്ടുള്ള രീതിയിലുള്ള വിമർശനങ്ങളും കാര്യാദികളും ഒക്കെയാണ് ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് വേണം ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കൂടെ നിൽക്കുന്നവർ പോലും കാണത്തില്ലെന്ന് ഓർത്തോളാം. അപ്പോൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്ന പറഞ്ഞാൽ ഓർക്കും, ഇതെന്നത്തിനാണ് ചെയ്യുന്നത്, അവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞല്ലേ, ഇതെന്തിനാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ ചെയ്യേണ്ടത്, ഞാൻ മാത്രം എന്തിനാണ് ഈ കുരിശ് വായിക്കുന്നത്, എനിക്ക് വേറെ പണിയില്ലയോ എന്നുള്ള നിലയിൽ. അപ്പോൾ പിന്നെന്താണ്, ഇത് ഞരങ്ങിക്കൊണ്ട് ചെയ്യുക. അങ്ങനല്ല, ഞരങ്ങിക്കൊണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കാനിടയാവരുത്. അവരെന്ത് ചെയ്യണം, സന്തോഷത്തോടുകൂടെ അത് ചെയ്യണം. സർവാത്മശക്തി എടുത്തുകൊണ്ട് കർത്താവിൻ്റെ വേലയാണ്. ആ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് നിൽക്കുന്നവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയല്ല, ഡിസ്കറേജ് ചെയ്യുകയല്ല വേണ്ടുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവരെ ഡിസ്കറേജ് ചെയ്യുകയല്ല വേണ്ടുന്നത്, മറിച്ച് അവരെ എൻകറേജ് ചെയ്യുവാനായിട്ട് കഴിയണം. അപ്പോൾ അധ്വാനിക്കുന്ന വിഭാഗം, 2 ഭരിക്കുന്ന വിഭാഗം, 3 പറഞ്ഞിരിക്കുന്നതാണ് അവരുടെ ജോലിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്, അവർ പ്രബോധിപ്പിക്കുന്നവർ ആയിരിക്കണം. കർത്താവിൻ്റെ വേലക്കാർ പ്രബോധിപ്പിക്കുന്നവർ ആയിരിക്കണം. പ്രബോധിപ്പിക്കുക, അല്ലേ? എന്തിനാണ് പ്രബോധിപ്പിക്കേണ്ടത്? എന്തിനകത്താണ് പ്രബോധിപ്പിക്കേണ്ടത്? പത്യോപദേശത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നുണ്ടല്ലോ, സൗണ്ട് ഡോക്ട്രിൻ. പത്യോപദേശം എന്ന് പറഞ്ഞാൽ സൗണ്ട് ഡോക്ട്രിൻ, വചനത്തിൻ്റെ ആഴമറിഞ്ഞ് വചനം കൃത്യമായിട്ട് പഠിപ്പിച്ച് കൊടുക്കുവാൻ കഴിയുന്നവർ ആയിരിക്കണം. ഇന്നത്തെ കാലത്ത് വരുന്ന കുഴപ്പങ്ങൾ എന്താകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ ദൈവവചനം ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് പറ്റുന്ന കുഴപ്പം എന്താകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനം ഡിസ്കറേജ്ഡ് ആവും. കാരണം ഒരു മെസ്സേജ് പറയുവാനായിട്ട് കയറി നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് പ്രിപ്പയർഡ് അല്ലാത്തതായിട്ടുള്ളൊരു വ്യക്തി, പ്രിപ്പയർഡ് അല്ലാത്ത ഒരു സർമണമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കേൾക്കുന്ന ജനത്തിന് അത് വളരെ വേഗം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു ലോകമെന്ന് പറയുന്നത് ഏത് മേഖലയിലും ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണെന്ന് ഓർത്തുകൊള്ളാം. എല്ലാ മേഖലകളിലും, അത് സ്പിരിച്വൽ വേൾഡിലും ഉണ്ടെന്ന് ഓർത്തുകൊള്ളാം. ഇപ്പം നമുക്ക് മെസ്സേജുകൾക്കൊന്നും പഞ്ഞമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മെസ്സേജസ് കിട്ടും. നല്ല ശക്തമായിട്ടുള്ള മെസ്സേജുകളും അനുഗ്രഹപ്രദമായിട്ടുള്ള മെസ്സേജുകളും നല്ല സ്റ്റഡീസും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും ലഭിക്കുന്നതിന് വലിയ പഞ്ഞമൊന്നുമില്ല. അപ്പോൾ ആരാണത് ചിന്തിക്കേണ്ടുന്നത്? ഓരോ കർത്താവിൻ്റെ വേലക്കാരനും ചിന്തിക്കണം, എൻ്റെ മുമ്പിൽ ഒരു കോമ്പറ്റീഷനുണ്ട്, ഞാനൊരു കോമ്പറ്റീഷൻ വേൾഡിലാണ്.
അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ജനം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അതിലൊട്ടും കുറഞ്ഞു പോകാതെ ശക്തമായിട്ടുള്ളതായ ദൂതുകൾ ദൈവാത്മാവിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ജനം ഉറങ്ങും, ഈ ജനം നിരുത്സാഹപ്പെടും. ഇതിനെക്കാട്ടി നല്ലത് ഞങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുമല്ലോ, എന്നാൽ പിന്നെ വീട്ടിലിരുന്നാൽ പോരെ എന്നുള്ളതായ ചിന്ത അവരുടെ ഉള്ളിലേക്ക് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷകരോട് പറയുകയാണ്, പറയാതെ പറയുന്ന ഒരു കാര്യമാണ്. അവരെന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം, വെൽ സ്റ്റഡീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിങ്കിൽ നിന്ന് നന്നായിട്ട് ദൈവസ്ഥാനത്തിലിരുന്ന് പ്രാപിച്ച് വരേണ്ടിയവരാണ്, ദൂത് പ്രാപിച്ച് പറയേണ്ടതാണ് എന്നുള്ളത് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, തീത്തോസിനൊക്കെ പറഞ്ഞിട്ടുള്ള സമയത്ത് തീത്തോസിനോടൊക്കെ പറഞ്ഞു, തർജ്ജനം ചെയ്യേണ്ടടുത്ത് തർജ്ജനം ചെയ്താലേ പറ്റൂ, അല്ലേ? അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയേണ്ടിടത്ത് അങ്ങനെ തന്നെ പറഞ്ഞാലേ പറ്റുകയുള്ളൂ. ഒരു ലീഡർ എന്നൊക്കെ പറയുമ്പം എന്താണ്, എല്ലാ ക്വാളിറ്റിയുമുണ്ട്. ഈ വഴുകപ്പരുവത്തിൽ നിൽക്കുന്നതല്ല, ഒരു അഴകുഴമ്പൻ പരുവത്തിൽ നിൽക്കുന്നതല്ല ലീഡർഷിപ്പ് എന്ന് പറഞ്ഞത്. ലീഡർഷിപ്പിന് നോ പറയേണ്ടിടത്ത് നോ പറയുവാനും, യേസ് പറയേണ്ടിടത്ത് യേസ് പറയുവാനും, ചൂടാവേണ്ടിടത്ത് ചൂടാവാനും, തണുക്കേണ്ടിടത്ത് തണുക്കാനും എല്ലാം ഉണ്ടായിരിക്കണം. ഞാൻ ചൂടായി കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായം വരുമല്ലോ, അതുകൊണ്ട് ഞാൻ ചൂടാവാതെ പച്ചവെള്ളം മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ മതി, ഞാൻ നല്ല ശുശ്രൂഷകനാണെന്നുള്ള പേരൊക്കെ കേൾപ്പിച്ചേച്ച് പോകാൻ പറ്റുമെന്നുള്ള ചിന്ത, വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു കാര്യവും നേരെ ചൊവ്വേ പോവുകയില്ല. പറ്റത്തില്ല എന്ന് പറയേണ്ടിടത്ത് പറ്റത്തില്ല എന്ന് പറയുവാനായിട്ടുള്ള ആർജവം, കാണിക്കുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയുവാനായിട്ടുള്ള കഴിവ്, തൻ്റെ ഇടം, അത് ആരെന്ത് പറയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കഥയൊന്നുമില്ല. തർജ്ജനം ചെയ്യേണ്ടിടത്ത് ദൈവജനം തെറ്റിലേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ, ആ തെറ്റാണെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചായൻ എന്നാ തോന്നും, അമ്മാമ്മയ്ക്ക് എന്നാ തോന്നും എന്നുള്ള ചിന്താഗതിയുമായിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ്, അല്ലേ? കറക്റ്റ് ചെയ്യേണ്ടിടത്ത് കറക്റ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ പാപമാണ് അതെന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് ഇവിടെ അവരെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സഭാ ശുശ്രൂഷകരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ കരുതണം. അതേ സമയത്ത് തന്നെ അവരുടെ ഡ്യൂട്ടി കൂടെ പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ വേല നിമിത്തം, ഈ പറഞ്ഞതുപോലെ കിളയ്ക്കാനോ ലോഡെടുക്കാനോ ചുമടെടുക്കാനോ ഒന്നും പോകുന്ന പരിപാടി അല്ലെങ്കിലും അതിനേക്കാട്ടിലും വലിയ ഒരു ശുശ്രൂഷയാണ് ഇതെന്ന് ഓർത്തുകൊള്ളണം. കാരണം എപ്പോഴും ഈ മുൾമുനയിൽ അല്ലെങ്കിൽ ഈ ആണികൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ശരശയിൽ പണ്ടൊരു പുള്ളി കിടന്നെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കിടക്കേണ്ടി വരുന്നത്. കാരണം എപ്പോഴും ഇങ്ങനെ ഈ കുത്തുകൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് സുവിശേഷ വേലക്കാരെന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. പിന്നെ പറയുന്നത്, എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു, തമ്മിൽ സമാധാനമായിരിക്കും. അതാണൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. തമ്മിൽ സമാധാനമായിരിക്കും. ആര് തമ്മിലാണ്? അതായത് സഭാജനവും സഭാ ശുശ്രൂഷകരും തമ്മിൽ സമാധാനത്തിലായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. രണ്ടും രണ്ട് തട്ടിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ആ സമൂഹം സ്മൂത്തായിട്ട് പോവുകയില്ല എന്നുള്ളത് ഓർത്തുകൊണ്ട്, അപ്പോൾ തമ്മിൽ സമാധാനം ആയിരിപ്പീൻ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സ്നേഹത്തോടെ അവരെ കരുതുവാനായിട്ട് കഴിയണം. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വാക്യം കൂടെ ഉള്ളത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, 2:28. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയുന്നതായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 25-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ നോക്കിയാൽ കാണാം. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ദീനമായി കിടക്കുകയാണ്. അങ്ങനെ ദീനമായി കിടക്കുന്നതായിട്ടുള്ള സമയത്ത് അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ കൈക്കൊള്ളുവീൻ. അപ്പോൾ ഒരു ഇടവക അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, ഒരു സഭ കർത്താവിൻ്റെ ശുശ്രൂഷകരെ കരുതുന്ന അനുഭവത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അവിടെ എന്താ പറയുക, എടുത്തു പറഞ്ഞിരിക്കുന്ന നാട്ടിലെ കാര്യം കാണുവാൻ കഴിയുന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ, തമ്മിൽ സമാധാനം വരണം, അല്ലേ? കൂട്ടായ്മ വളരണമെന്നുണ്ടെങ്കിൽ, ഇടവക വളരണമെന്നുണ്ടെങ്കിൽ, സഭ വളരണമെന്നുണ്ടെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവരും സഭാജനവും തമ്മിൽ
ഒരൈക്യത ഉണ്ടായിരിക്കണം, ഒരൈക്യമത്യം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ തമ്മിൽ സമാധാനം, സന്തോഷം, ഒരൈക്യമത്യം, ഒരു സഹവർത്തിത്വം അതുണ്ടെങ്കിൽ മാത്രമേ ആ കൂട്ടായ്മ ശക്തമായിട്ട് വളർന്ന് മുൻപോട്ട് പോവുകയും ഉള്ളൂ എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. 29-ാമത്തെ വാക്യം കൂടെ: എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തി വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ചോദ്യങ്ങളാണ്. പൗലോസ് തന്നെ ചോദ്യങ്ങളാണ്. അതിൻ്റെ അർത്ഥം എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഓർത്തോണം. അപ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സഭ ഇന്നത്തെ ഒരു ചിന്ത, നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗം. ഇപ്പോൾ രാജകീയ പുരോഹിത വർഗമായതുകൊണ്ട് ആർക്കും എന്തും ചെയ്യാം എന്നുള്ളതായ ചിന്ത. പഴയ നിയമ കാലഘട്ടം മുതലുള്ളത് നമ്മൾ എടുത്തു നോക്കണം. 12 ഗോത്രമുണ്ടായിരുന്നു. 12 ഗോത്രവും ദൈവം തിരഞ്ഞെടുത്തവരാണ്, അല്ലേ? ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയെ മൊത്തം കർത്താവ് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനമെന്നറിയപ്പെടുന്ന. പക്ഷേ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ട് അതിനകത്തെ ഒരു ഗോത്രത്തെ, ലേവി ഗോത്രത്തെ കർത്താവ് സെപ്പറേറ്റ് ചെയ്തു എന്നോർക്കണം. അവരാണ് സമാഗമന കൂടാരത്തിലെ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യണമെന്ന് അവരുടെ ഡ്യൂട്ടിയാണ്. ദൈവസന്നിധിയിലുള്ള ശുശ്രൂഷ അവർക്ക് മാത്രമാണ്. എന്തുകൊണ്ട് രൂപേൻ ഗോത്രംകാർക്ക് ചോദിച്ചു കൂടാ, ഞങ്ങൾക്ക് എന്താ ലേവിക്കാരുടെ ചെയ്യരുത്? അത് ചോദിച്ചത് കൊണ്ടാണല്ലോ മറ്റേ പുള്ളിക്കാരന് പണി കിട്ടിയത്. മോശയെയും അഹ്റോനെയും ഒക്കെ കയറി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ പുള്ളിക്കാരന് പണി കിട്ടിയെന്ന് ഓർത്തുകൊള്ളാം. അപ്പം ദൈവം എല്ലാവരും ദൈവം തിരഞ്ഞെടുത്തതാണ്. ഇസ്രായേൽ ജനത്തെ മൊത്തത്തിൽ കർത്താവ് തിരഞ്ഞെടുത്തതാണ്. ആ ദൈവജനത്തെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിലും കർത്താവിൻ്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവം ഒരു പ്രത്യേക വിഭാഗത്തെ തിരഞ്ഞെടുത്ത് ആക്കിയെന്നോർക്കണം. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോഴും അത് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് തന്നെ കാണുവാനായിട്ട് കഴിയും. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം സഭയിൽ 27-ാമത്തെ വാക്യം മുതൽ നോക്കിക്കോ: എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. അല്ലേ? ഹോൾ ബോഡി, നമ്മുടെ ഈ ശരീരം മൊത്തം നമ്മുടേതാണ്. കൈക്ക് പറയാൻ പറ്റത്തില്ല ഇത് എൻ്റെ ശരീരമാണ്, കാലിന് പറയാൻ പറ്റത്തില്ല ഇത് എൻ്റെ ശരീരം. ദൈവം നമ്മളെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. പക്ഷേ കൈയുടെ ജോലിയല്ല കാലിൻ്റെ ജോലി, കാലിൻ്റെ ജോലിയല്ല കണ്ണിൻ്റെ ജോലി, കണ്ണിൻ്റെ ജോലിയല്ല ചെവിയുടെ ജോലി. ഇത് ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ ചെവി വിചാരിക്കുക എനിക്ക് എന്നാ കൈയുടെ ജോലി ചെയ്തുകൂടാ, കണ്ണ് വിചാരിക്കുക എനിക്ക് എന്നാ കാലിൻ്റെ ജോലി ചെയ്തുകൂടാ. അങ്ങനെ നമുക്ക് നടക്കുമോ? നടക്കില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ സംഭവം. അപ്പോൾ ഈ ഹോൾ ബോഡി കൃത്യമായ രീതിയിൽ ചലിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓരോരോ പാർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പറഞ്ഞിട്ടാണ്, ആ ഒരു ഇല്ലുസ്ട്രേഷൻ എക്സാമ്പിൾ പറഞ്ഞിട്ടാണ്, ഒരു ദൃഷ്ടാന്തം പറഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതെന്ന് ഓർത്തുകൊള്ളാം. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിച്ചിരിക്കുന്നു. അവിടെയും നിങ്ങൾ ഓർക്കണം, ഇങ്ങനെ ഓരോരുത്തരെ നിയമിച്ചിരിക്കുന്നു, അല്ലേ? അപ്പോസ്തലന്മാരെ പറഞ്ഞു, പ്രവാചകന്മാരെ പറഞ്ഞു, ഉപദേഷ്ടാക്കന്മാരെ പറഞ്ഞു, ഈ 1, 2, 3 പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരെ നിയമിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താകുന്നതെന്ന് ചോദിച്ചാൽ താഴേക്ക് വീണ്ടും വരാം, അല്ലേ? അടുത്ത സ്റ്റെപ്പ് നിരകൾ വീണ്ടും വരാം. അപ്പം ഇതിന് ദൈവം നിയമിച്ചാക്കി വെച്ചിരിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. ലേവി ഗോത്രത്തെ പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷക്കാർ ദൈവം തിരഞ്ഞെടുത്താക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? അതിനെന്ത് മറുപടി നമുക്ക് കൊടുക്കാനുള്ള? എല്ലാവർക്കും എല്ലാം ചെയ്യും. ഇപ്പം കൈ വിചാരിക്കുക ഞാൻ കണ്ണിൻ്റെ ജോലി ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെറുതെ വിചാരിക്കാമെന്നുള്ളതേ ഉള്ളൂ, നടക്കില്ല. അപ്പം ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷ അതിനുശേഷമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എല്ലാവർക്കും എല്ലാം വരമുണ്ടോ? ചിലരുടെ ചിന്ത എന്താണ്? ഈ പള്ളി വന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അല്ലേ? ഇവിടെ ആത്മനിറവില്ല, ഇവിടെ പരിശുദ്ധാത്മ ശക്തിയില്ല. ഇവിടെ ചില ആളുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരത്ഭുത പ്രവർത്തികളില്ല. ചിലയിടത്തോട്ടൊക്കെ ചെന്നാൽ ഭയങ്കര അത്ഭുത പ്രവർത്തികൾ, അവിടെ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ.
ഇവിടെ പറഞ്ഞേക്കുന്നില്ല. ഇതിനൊക്കെ മറുപടി വചനം തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മറുപടി എന്താ? എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, പിന്നെ എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ. ഞാൻ നാളെ ഒരു വീര്യപ്രവൃത്തി ചെയ്യാത്തത് കൊണ്ട് ഇങ്ങേർക്ക് പരിശുദ്ധാത്മ ശക്തിയുമില്ല, ഇങ്ങേർക്കൊരു കൃപയുമില്ല, ഒരു വരവുമില്ല എന്ന് പറഞ്ഞ് ലേബലൊട്ടിച്ചാൽ അങ്ങനെ ഇരിക്കും. കർത്താവ് തന്നെ ഇവിടെ പറയാം, എല്ലാവരും അപ്പോസ്തലന്മാരാണോ? എല്ലാവർക്കും അപ്പോസ്തലന്മാരാവാൻ പറ്റില്ല. എല്ലാവർക്കും ബൈബിൾ ടീച്ചേഴ്സ് ആവാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവർക്കും ഉപദേശിമാരാവാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രവാചകന്മാരാവാൻ പറ്റുമോ? എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുമോ? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ഇതെല്ലാം വചനത്തിനകത്ത് കിടപ്പുണ്ടെന്ന് ഓർത്തോണം. നമ്മുടെ ചിന്ത എന്താ? ഒരു കർത്താവിന് വേലക്കാരനാകുമ്പോൾ ഇതെല്ലാം കാണണം, എങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ, എങ്കിൽ മാത്രമേ അദ്ദേഹം പരിശുദ്ധാത്മ നിറവിലുള്ള മനുഷ്യനാണ് എന്നുള്ള ചിന്ത. അല്ലെങ്കിൽ ഇതെല്ലാം നടക്കുന്ന സമൂഹം മാത്രമാണ് യഥാർത്ഥ സഭ, യഥാർത്ഥ ക്രിസ്തീയ കൂട്ടായ്മ, യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന സമൂഹം എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുന്ന നാട്ടിലെ ആളുകളുണ്ട്. ഇവിടെ ഓർക്കണം, എല്ലാം എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഒരാളിൽ തന്നെ എല്ലാം നിറഞ്ഞിരിക്കുന്നു. ഇപ്പം ഈ ഹോൾ ബോഡിയിൽ ദൈവം എന്തുമാത്രം കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സമൂഹത്തിൽ, ഒരു സഭയിൽ ഇതെല്ലാം ഉള്ള ആളുകൾ ഉണ്ടാവും. പക്ഷേ വേറൊരാൾക്കുള്ളത് എനിക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ ശാഠ്യം പിടിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളത് എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു തേർഡ് പാർട്ടി വിമർശിക്കുകയോ ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളത് വചനം വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളും. അതുകൊണ്ട് രോഗശാന്തി ശുശ്രൂഷ ഇല്ലാത്ത ഒരു സമൂഹം, ഒരു ഇടവക ദൈവാത്മ നിറവുള്ള ശുശ്രൂഷ ഉള്ളിടമല്ല എന്ന് പറഞ്ഞു പിടിപ്പിക്കുന്നത് ശുദ്ധ തെറ്റായിട്ടുള്ളതായ നടപടിയാണ് എന്നുള്ളത് കൂടെ നമ്മൾ പഠിച്ചോണം. അപ്പോൾ ഇവിടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്, ദൈവമാണ് ശുശ്രൂഷകരെ ആക്കി വെക്കുന്നത്, ഓരോരുത്തരെ ആക്കി വെക്കുന്നത്. എനിക്ക് എന്തുകൊണ്ടത് ചെയ്തുകൂടാ? ഉസിയാവ് പണ്ട് ആ ചിന്ത ഉണ്ടായിരുന്ന മനുഷ്യനാണ്, അല്ലേ? നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞാൻ ചെയ്താൽ എന്നാ കുഴപ്പം? അദ്ദേഹം ചെയ്യാൻ പോയി. ഇപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞ് ചെയ്യരുത്, അബദ്ധമാണ്, ചെയ്യരുത്. ഇല്ലില്ല, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ രാജാവാണ്. കാരണം സ്ഥാനം വെച്ച് നോക്കുമ്പം, പദവി വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നാട്ടിലെ വ്യക്തിയാണ്. അദ്ദേഹം പറയാം എനിക്കത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പോയി. പിന്നത്തെ സംഭവമൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. നാളെ ഇവിടെ ഒരു IAS ഓഫീസർ വരിക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇടവയിൽ ഒരാളങ്ങ് IAS ഓഫീസറായി എന്നങ്ങോട്ട് വിചാരിക്കുക. അദ്ദേഹം വിചാരിക്കുകയാണ് ഞാനൊരു ഡിസ്ട്രിക്റ്റ് മുഴുവൻ ഭരിക്കുന്ന നാട്ടിലെ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഹോം മിനിസ്ട്രിയിലെ സെക്രട്ടറിയാണ്, അതുകൊണ്ട് ഒരു സ്റ്റേറ്റ് മുഴുവൻ ഭരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നാളെ ഇനിയും ഇന്ത്യയുടെ തലപ്പത്തെ ഹോം സെക്രട്ടറി ആയിട്ട് ഞാനൊരു രാജ്യം മുഴുവനും ഭരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഫോഴ്സിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഞാൻ ഈ പള്ളിയിൽ വന്നപ്പം തേണ്ട ഒരു ഞാഞ്ഞൂലുള്ളൊരു അച്ഛൻ കയറി എന്നിട്ട് എനിക്ക് കുർബാന ചെയ്യുന്നു, അല്ലെങ്കിൽ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം, ഇനി എനിക്ക് തിരുവത്താഴം ചെയ്യുന്നു, ഞാൻ എൻ്റെ കയ്യിലേക്ക് അപ്പം തരുന്നു, എന്തുകൊണ്ട് എനിക്കിത് ചെയ്തുകൂടാ എന്ന് നാളെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളിൽ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലത്തെ എന്താ നമുക്ക് പറയാൻ പറ്റുന്ന? ഉസിയാവിൻ്റെ ചിന്ത എന്നുള്ളതേ ഉള്ളൂ, അല്ലേ? ഉസിയാവിൻ്റെ ചിന്ത എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ രാജ്യത്തെ ഭരിക്കുന്നു, ഈ സ്റ്റേറ്റിനെ ഭരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആളിനെക്കാട്ടിലും പദവിയും പത്രാസും പഠിത്തവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിന് മുമ്പിൽ ഞാനെന്തിനാ പോയി മുട്ടുകുത്തുന്നത്? എനിക്ക് തന്നെ ഇത് വന്നങ്ങ് എടുത്ത് കഴിച്ചാൽ പോരായോ? അല്ലെങ്കിൽ ഞാനിത് തന്നെ നടത്തിയാൽ എന്നാ കുഴപ്പം? സ്വാഭാവികമായിട്ടുണ്ടാകും, അല്ലേ? യെശയ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? ഉസിയാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കണ്ടു, അല്ലേ? ഉസിയാവ് മരിച്ച ആണ്ടിൽ. ആരാ ഉസിയാവ്? ഉസിയാവ് എന്ന് പറയുമ്പം അഹങ്കാരം, ധിക്കാരം, നിഗളം, ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് ഉസിയാവെന്ന് ഓർത്തോണം. ഓക്കെ, ഉസിയാവെന്ന് പറയുമ്പം നമ്മൾ വെറും ഉസിയ രാജാവിനെ മാത്രമല്ല കാണേണ്ടത്, ഉസിയാവിൻ്റെ യഥാർത്ഥ ഉസിയാവിനെ കാണും. യഥാർത്ഥ ഉസിയാവ് അഹങ്കാരിയായിരുന്നു, അഹങ്കാരം കാണിച്ചു, ധിക്കാരം കാണിച്ചു, നിഗളം കാണിച്ചു, കുഷ്ഠമുണ്ടായിരുന്നു. അവസാനമാണല്ലോ കുഷ്ഠം പിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാമായിരുന്നു ഉസിയാവെന്ന് ഓർത്തോണം. ആ ഉസിയാവ് മരിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലെ അഹങ്കാരം, ധിക്കാരം, നിഗളം, കുഷ്ഠത്തിൻ്റെ അനുഭവം, അല്ലേ? കുഷ്ഠം നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുന്നതാണെന്ന് ഓർത്തോണം. മറ്റുള്ളവരോട് നമ്മളോട് അടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കുഷ്ഠത്തിൻ്റെ അനുഭവമാണ്. നമ്മളിൽ കുഷ്ഠമുണ്ട്, അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എന്താ പറയുക? ഉസിയാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരവും ധിക്കാരവും നിഗളവും കുഷ്ഠവും എല്ലാം ഇല്ലായ്മ ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിനെ മരിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക്
കർത്താവിനെ കാണേണ്ടുന്നത് പോലെ കാണുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അതാണ് ആ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൻ്റെ റിയൽ മീനിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും ധിക്കാരവും കുഷ്ഠവും നിഗളവും ഒക്കെ മരിപ്പിക്കാതെ സർവശക്തനായിട്ടുള്ള ദൈവത്തിൻ്റെ തേജസ്സേറിയ പൊന്മുഖത്തെ കാണുവാനായിട്ടോ അവിടേക്ക് അടുത്ത് ചെല്ലുവാനായിട്ടോ കഴിയത്തില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ വേളകളിലൊക്കെ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് പറയുന്നത്, അവനവൻ സ്വയം ശോധന ചെയ്തതിന് ശേഷം വേണം ഇതിൻ്റെ അരികിലേക്ക് അടുത്ത് വരേണ്ടത്. പൗലോസ് അപ്പോസ്തലനും അത് തന്നെയാണല്ലോ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, അവനവൻ ശോധന ചെയ്യണം. അപ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് അടുത്തു വരുമ്പോൾ നാം നമ്മുടെ കുറവുകളെ കണ്ടത് ഏറ്റുപറഞ്ഞ് കഴുകിക്കളഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനമെ ഓർമ്മിപ്പിക്കട്ടെ, ഇന്നത്തെ കാലത്തെ ചോദ്യങ്ങളാണ്, എന്തുകൊണ്ടിത് ഞങ്ങൾക്കൊക്കെ ആയിക്കൂടാ? പ്രത്യേകമായിട്ട് ഞങ്ങൾ വേർതിരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, പ്രത്യേകമായിട്ട് ഈ വസ്ത്രം ഞങ്ങൾ ഇട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റൂ, ഞങ്ങളെല്ലാം രാജകീയ പുരോഹിത വർഗമല്ലേ? ആ ചോദ്യത്തിന് ഇത് മാത്രമേ ഉള്ളൂ മറുപടി. എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. പക്ഷേ ആ രാജകീയ പുരോഹിത വർഗത്തിലും കർത്താവ് ചിലരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തിട്ടോ അവരോട് മറുതലിച്ച് നിന്നിട്ടോ അവരോട് അഹങ്കരിച്ചിട്ടോ കഥയില്ല. കാരണം ദൈവമാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു കർത്താവ് വിളിക്കാതെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി കർത്താവ് വിളിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിൽ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നതും അതിനേക്കാട്ടിലും വലിയ പാടാണെന്ന് ഓർത്തണം. അതുകൊണ്ട് കർത്താവ് വിളിച്ചിട്ട് ഈ ശുശ്രൂഷയിലേക്ക് വരുന്നവർ, അവർക്ക് കുറ്റങ്ങളുണ്ടാവും, അവർക്ക് കുറവുകളുണ്ടാവും. ആ കുറവ് ആരാ പരിഹരിക്കേണ്ടത്? അവർ കുറ്റം ചെയ്താൽ ആരാ അടി കൊടുക്കേണ്ടത്? അടി ഡെഫിനറ്റായിട്ടുണ്ട്. അടി കർത്താവ് തന്നെ കൊടുത്തിരിക്കും, വേറെ ആരും കൊടുത്താൽ പറ്റത്തില്ല, കർത്താവ് തന്നെ കൊടുത്തിരിക്കും. നമുക്കറിയാം, മോശ ദൈവത്തോട് മുഖാമുഖമായിട്ട് സംസാരിച്ച മനുഷ്യനാണ്. മോശയെപ്പോലെ ദൈവത്തോട് സംസാരിച്ചിട്ടുള്ളൊരു മനുഷ്യൻ വേറെ ഇല്ല. മോശയെക്കുറിച്ച് പറഞ്ഞത് അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇത്രയും ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തതായിട്ടുള്ള സമയത്ത് കർത്താവ് കൊടുത്ത പണി, മനുഷ്യൻ കൊടുത്ത അത്രയും പണി കിട്ടുമോ? കിട്ടത്തില്ല. കർത്താവ് കൊടുത്ത പണി എന്താ? ഈ മനുഷ്യനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് കനാനിലേക്ക് ഈ ജനത്തെ നയിക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ കനാൻ നാട് കാണുവാൻ കർത്താവ് സമ്മതിച്ചില്ല എന്നോർത്തുകൊള്ളാം. കാരണം പണിഷ്മെൻ്റ് ഉണ്ടായിരുന്നു, പണിഷ്മെൻറ്റ് കൊടുത്തു. പക്ഷേ പ്രിവിലേജസ് ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. പ്രിവിലേജസ് ഇഷ്ടം പോലെ കിട്ടി. മോശയെ അടക്കിയത് ആരാ? കർത്താവ് തന്നെ അടക്കിയത്. കർത്താവ് അടക്കിയ വേറൊരു മനുഷ്യനുണ്ട്? ആരുമില്ലെന്ന് ഓർത്തോണം. കർത്താവ് അടക്കി വേറെ ഒരു മനുഷ്യനുമില്ല. ദൈവം തന്നെ ആ മനുഷ്യനെ അടക്കി എന്ന് പറയുമ്പോൾ കിട്ടിയ പ്രിവിലേജ് വരും. പക്ഷേ ശിക്ഷിക്കേണ്ടത് ശിക്ഷിച്ചില്ലേ? പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടടുത്ത് കൊടുത്തു. ഇവൻ എൻ്റെ കൂട്ടുകാരനാണ്, ഇവൻ എൻ്റെ സ്നേഹിതനാണ്, ഇവൻ എൻ്റെ അടുത്തിരുന്നതാണ്, അത്രത്തോളം വിശുദ്ധിയൊക്കെ ഉള്ളവനാണ് ഇവൻ, ഒരു കുഴപ്പം കാണിച്ചോക്കെ അങ്ങ് ക്ഷമിച്ചേക്കാം. അങ്ങനെയൊന്നും പറ്റത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ മുഖപക്ഷം ഇല്ല. ദർ ഇസ് നോ ഫേവറിറ്റിസം ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ മുൻപിൽ മുഖപക്ഷമില്ല. അത് മോശ ആയാലും കൊള്ളാം, അബ്രഹാം ആയാലും കൊള്ളാം, കയ്യനായാലും കൊള്ളാം. മുഖപക്ഷങ്ങളൊന്നുമില്ല. ചെയ്ത പണിക്ക് കർത്താവ് കൊടുത്തിരിക്കും. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരെ, ദൈവം ഒരു സ്ഥാനത്താക്കിയിരിക്കുന്നവരെ കോരക വിമർശിക്കുന്ന പോലെ വിമർശിച്ചിട്ട് കഥയില്ല. മറിച്ച് എന്താണ്? അവരെ അടി കൊടുക്കുന്നത്, കുഴപ്പം കാണിച്ചാൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് ദൈവമാണ്. പ്രതികാരം ദൈവത്തിനുള്ളതാണ് എന്നുള്ളത് ഓർത്തോണം. അപ്പോൾ ദൈവമക്കൾ, കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നവർ കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് ദൈവം തമ്പുരാനാണ്. അത് മനുഷ്യൻ കൊടുക്കുന്നത് പോലെ ആവത്തില്ല. അതിൻ്റെ ഒക്കെ ഒരുപാട് അപ്പുറത്തായിരിക്കും ദൈവം തമ്പുരാൻ കൊടുക്കുന്നത് എന്നുള്ളത് നാം ഓർക്കുകയും ചെയ്തുകൊള്ളും. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഞാൻ മുൻപോട്ട് ഇനിയും പോവുകയാണ്. ഇനിയുമുള്ളതായ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടെയാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞതായിട്ടുള്ള സഭയ്ക്ക് അല്ലെങ്കിൽ കൂട്ടായ്മകൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഏകദേശം ഒരു 9ഓളം കൂട്ടം കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ അതിൻ്റെ 1 by 1 ആയിട്ട് ഓരോന്നങ്ങ് പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ. ഓക്കെ, ഒന്നാമത്തെ ആഹ്വാനം കൊടുക്കുകയാണ്. ഒന്നാമതായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു എക്സോർട്ടേഷനാണ്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക, അഡ്മോണീഷ് ദ ഐഡിൽ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക, എൻകറേജ് ദ ഫെയിൻ ഹാർട്ടഡ്. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, ബലഹീനരെ താങ്ങുക, ഹെൽപ്പ് ദ വീക്ക്. ഹെൽപ്പ് ദ വീക്ക്, ബലഹീനരെ താങ്ങുക. അഞ്ചാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുക, ബി പേഷ്യൻറ്റ് ടു ഓൾ. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുക, ബി പേഷ്യൻറ്റ് ടു ഓൾ.
ആറാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക. നോ വൺ റീപേയ്സ് എനി വൺ ഈവിൾ ഫോർ ഈവിൾ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ഇരിക്കുക. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നന്മ ചെയ്യുക. ഡു ഗുഡ് ടു ഓൾ. എല്ലാവർക്കും നന്മ ചെയ്യുക. പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എപ്പോഴും സന്തോഷിക്കുക. റിജോയ്സ് ഓൾവേസ്. എപ്പോഴും സന്തോഷിക്കുക. പിന്നീട് ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രേ വിത്തൗട്ട് സീസിങ്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. അല്ലേ? അപ്പോൾ എത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞു? 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? 9 അല്ലേ പറഞ്ഞേക്കുന്നത്? അതായത് 1, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക, ബലഹീനരെ താങ്ങുക, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുക, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ഇരിക്കുക, എല്ലാവർക്കും നന്മ ചെയ്യുക, എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. 9 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. റൈറ്റ്? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്താ ഈ 9 കൂട്ടം കാര്യങ്ങൾ? ആരുടെ കാര്യങ്ങളാണ്? സഭ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, കൂട്ടായ്മ, അവരിലുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ തമ്മിൽ വിതിൻ ദ കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കേണ്ടുന്നതായ അനുഭവങ്ങളെക്കുറിച്ചാണ്, ഗുണങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ ദൗത്യം, ആ ഇടവകയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് കാണിക്കുന്നത്. ഇനി ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം നമുക്കൊക്കെ കാണാതറിയാം അല്ലേ? ഇതിനോട് നിങ്ങൾ അതാണ് കമ്പയർ ചെയ്ത് വെക്കേണ്ടത്. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൻ്റെ ഫലം അല്ലേ? എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, ഇങ്ങനെ അങ്ങ് പോവുക. 9 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് ഉണ്ടായിരിക്കേണ്ടുന്നതായിട്ടുള്ള ഗുണങ്ങളെ പറ്റിയാണ്. കാരണം രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ ഉള്ളിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പിന്നീട് ഉണ്ടാവേണ്ടത് എന്താണ്? ഒരു വെളിച്ചം ഉണ്ടാവണം. ആ വെളിച്ചമെന്ന് പറയുന്നത് എന്താണ്? ദൈവമക്കളുടെ പ്രവൃത്തിയാണ്. അപ്പോൾ ആ പ്രവൃത്തി, ആ വെളിച്ചം, ആത്മാവിൻ്റെ ഫലം, ആ ആത്മാവിൻ്റെ ഫലം 1, 2, 3 ആയിട്ട് കാണിക്കുക. 9 കൂട്ടം കാര്യങ്ങൾ. അതായത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ നിന്ന് ഈ 9 കൂട്ടം കാര്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ രക്ഷിക്കപ്പെട്ടതായ ഒരു സമൂഹത്തിൽ നിന്ന് ഉണ്ടാകേണ്ടുന്നതായ 9 കൂട്ടം കാര്യങ്ങളെക്കുറിച്ചാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ 9 കൂട്ടം കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ക്വാളിറ്റിയാണ്, ഗുണമാണ്. അതാണ് 9 കൂട്ടം കാര്യങ്ങളെ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൽ ആത്മാവിൻ്റെ ഫലം 9 കൂട്ടമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ രക്ഷിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയിൽ ഉണ്ടാവേണ്ടുന്നതായിട്ടുള്ള 9 കൂട്ടം കാര്യങ്ങളെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ എടുത്ത് ഓർമ്മിപ്പിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് എടുത്ത് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവിടെ പറയുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക. അഡ്മനീഷ് ദ ഐഡിൽ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക. അതാണല്ലോ ആദ്യമേ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തോളം. അതായത് തെസ്സലോനിക്ക സഭയോട് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ 2ാം വരവ് ഉടനടി സംഭവിക്കുമെന്ന് വിശ്വസിച്ച് അലസരായി ജീവിച്ച ഒരു വിഭാഗമുണ്ട്. കാരണം അവർ കർത്താവ് ഇന്ന് വരും എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവർ മറ്റു ജോലികളിലൊന്നും പോകാതെ കർത്താവ് വരുമെന്നുള്ള ചിന്തയോടുകൂടെ നോക്കിയിരുന്നിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് പൗലോസ് അവരെ പ്രബോധിപ്പിക്കുന്നത്. അവിടെ ക്രമം കെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താകുന്നു എന്ന് ചോദിച്ചാൽ അലസന്മാരായിട്ട് ജീവിച്ചതായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അലസതയോടുകൂടെയുള്ളതായ ഒരു ജീവിതം അവിടെ ഉണ്ടായി. അവരോട് പറയുകയാണ്, അപ്പോൾ എന്താണ്? നിങ്ങൾ ക്രമീകരിക്കപ്പെടണം അല്ലേ? കർത്താവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണി കിടക്കുകയും അലസന്മാരായിട്ട് നിൽക്കുകയും ഇപ്പം വരും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ലല്ലോ. നമ്മുടെ ദൈനംദിന ജീവിതം കൃത്യമായിട്ട് മുൻപോട്ട് പോയെങ്കിലേ പറ്റുകയുള്ളൂ. 2, ഇന്നത്തെ കാലഘട്ടത്തോടുകൂടെ ഈ വചനത്തെ എടുത്തു വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ക്രമം കെട്ടവർ, കൂട്ടായ്മകളിൽ ക്രമം കെട്ടവരുണ്ടാവും. രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമാണ്, കാര്യം ശരിയാണ്. എങ്കിൽ പോലും താറുമാറായ
ക്രമീകൃതമല്ലാത്തതായിട്ടുള്ള ജീവിതം നയിക്കുന്നവർ ഉണ്ടാകും എന്നുള്ളത് ഓർത്തുകൊള്ളണം. ക്രമം കെട്ടവരെ നേരെയാക്കുക. സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഓർത്തുകൊള്ളണം, ക്രമം കെട്ടിരിക്കുന്നതായിട്ടുള്ള അനുഭവം, അലസതയോടുകൂടെയുള്ളതായ ജീവിതം, അന്ധമായിട്ടുള്ളതായ വിമർശനങ്ങൾ നടത്തുന്നവർ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്നതായിട്ടുള്ള അനുഭവമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ജീവിതത്തിൽ ക്രമം കെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡിസോർഡർ ഉണ്ടാവുന്ന അനുഭവമാണ്, അല്ലേ? ഒരു താളം തെറ്റി പോകുന്നതായിട്ടുള്ള അനുഭവമാണ്. ഒരു പാട്ട് പാടുമ്പോൾ അതിനകത്തെ താളത്തിന് വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാട്ട് അലങ്കോലമായി മാറിപ്പോകും എന്നുള്ളത് ഓർത്തുകൊള്ളണം. എന്ന് പറയുന്നത് പോലെയാണ് ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ കൂട്ടായ്മ ജീവിതം, അല്ലെങ്കിൽ വ്യക്തി ജീവിതം എന്നുള്ളത് നാം നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും നാം ക്രമം കെട്ട് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുവാനായിട്ട് കഴിയണം. പിന്നീട് പറയുന്നത് ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാനായിട്ടാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. എൻകറേജ് ദ ഫെയിൻറ്റ് ഹാർട്ടഡ്, അതായത് ദുർബലമായ മനസ്സിൻ്റെ ഉടമകൾ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനമൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട്, എങ്കിൽ പോലും ഒരു ചെറിയ പ്രയാസം വന്നാൽ മതി, പെട്ടെന്ന് അങ്ങ് പാനിക്കാവും, പെട്ടെന്നൊരു ഡിസോർഡർ ഉണ്ടാവും, പിന്നെന്താണ്, പെട്ടെന്നൊരു ഡിപ്രഷനിലേക്ക് പോവും, പെട്ടെന്ന് ആങ്സൈറ്റിയിലേക്ക് വരും, ഒരു സ്ട്രെസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള നിലയിലേക്കൊക്കെ പോവും. കാരണം ഒരു വാർത്ത കേട്ടാൽ, അത് വ്യക്തി ജീവിതത്തിലോടുള്ള ബന്ധത്തിലായാലും സമൂഹ ജീവിതത്തിലോടുള്ള കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിലായാലും, ഒരു വാർത്ത കേട്ട് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് ഫെയിൻ്റായി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലഹീനരായി മാറിപ്പോകുന്നതായിട്ടുള്ള അനുഭവം. അവിടെ എന്താണ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്? ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട്, എൻകറേജ് ദ ഫെയിൻറ്റ് ഹാർട്ടഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കൊടുക്കുവാനായിട്ടുള്ളത് എന്താണ്? ദൈവത്തിൻ്റെ വചനം, അല്ലേ? ആ വചനം മുഖാന്തരം മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മക്കളെ ബലപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അന്യോന്യം താങ്ങുക. ബലഹീനനായവൻ്റെ അരികിൽ പോയി ആ ബലഹീനനായവൻ്റെ പ്രയാസം കേട്ട് അവനെ താങ്ങുവാനായിട്ട്, അവനെ ബലപ്പെടുത്തുവാനായിട്ട്, അവനെ ശക്തിപ്പെടുത്തുവാനായിട്ട് കഴിയുക എന്നുള്ളൊരു ദൗത്യം സഭയുടെ ദൗത്യമാണ്. നമ്മൾ പലരെയും കളിയാക്കുമോ, അവർ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഇത് വീക്കായി പോകുന്നതായിട്ടുള്ള ആളാണ്, അവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറം തള്ളിക്കളയും. അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നാണ്. പുറം തള്ളിക്കളയാനായിട്ട് എളുപ്പമാണ്, അല്ല ഇഗ്നോർ ചെയ്ത് കളയുവാനായിട്ട് വളരെ എളുപ്പമാണെന്ന് ഓർത്തുകൊള്ളാം. എന്നാൽ പൗലോസ് ഇവിടെ പറഞ്ഞത് എന്താണ്? ഉൾക്കരുത്തില്ല. രക്ഷിക്കപ്പെട്ടവരൊക്കെയാണ്, വിശുദ്ധ ജീവിതമൊക്കെ നയിക്കുന്നവരാണ്. പക്ഷെങ്കിൽ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ, ലൗകികമായിട്ടുള്ള ചില വാർത്തകളായിരിക്കും, അല്ലെങ്കിൽ അവരെ തളർത്തുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ക്ഷീണിച്ചു പോകും, തളർന്നു പോകും. അങ്ങനെയുള്ളവരെ ഇവരെത്ര ദൈവവചനം കേട്ടിട്ടും ഗുണം പിടിക്കുന്നില്ലല്ലോ, ഇവരെന്തുകൊണ്ടാണ് നന്നാവാത്തത്, ഇവർക്ക് എന്താണ് ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്ത എന്നുള്ള ചിന്താഗതിയോടുകൂടി അല്ല കാണേണ്ടത്. പിന്നെയോ അവരെ താങ്ങുവാൻ, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവാൻ തന്നെയാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളാം. പിന്നീട് പറയുന്നത് ബലഹീനരായവരെ താങ്ങുക. ബലഹീനരായവരെ താങ്ങുക, ഹെൽപ്പ് ദ വീക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും സഭയുടെ അടുത്ത ദൗത്യമാണ് എന്നോർത്തുകൊള്ളു. നമ്മൾ പലപ്പോഴും കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കും. പുറത്ത് ബലഹീനരായവരുണ്ടോ, പുറത്ത് ക്ഷീണിതരായവരുണ്ടോ, പുറത്ത് പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ, അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ മുൻഗണന എപ്പോഴും പോകുന്നത്. പ്രയോറിറ്റി എപ്പോഴും ഔട്ട്സൈഡിലേക്ക്. വിതിൻ അവർ കമ്മ്യൂണിറ്റി, നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ സമൂഹത്തിൽ തന്നെ ബലഹീനരായവർ ഉണ്ടോ? ശാരീരികമായിട്ടും ആത്മീകമായിട്ടും ബലഹീനരായവരെ താങ്ങുവാനായിട്ട് കഴിയണം. വിശ്വാസത്തിൽ ബലഹീനരായവർ, ഇപ്പം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ വിശ്വാസം? ചിലർ ആത്മീയമായിട്ട് ഉന്നതമായിട്ടുള്ള നിലയിലായിരിക്കാം, ചിലർ അത്രയും ആത്മീയ നിലവാരമുള്ളവരായിരിക്കത്തില്ല എന്ന് കരുതി അവരെ തള്ളിക്കളയുവാനായിട്ട് പാടില്ല. അപ്പം ശാരീരികമായിട്ടും ഫിസിക്കലി മെൻ്റലി വീക്കായിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ശക്തിപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാനായിട്ട് കഴിയണം, അവരെ താങ്ങുവാനായിട്ട് കഴിയണം. പിന്നെ സ്പിരിച്വലി വീക്കായിരിക്കുന്ന ആൾക്കാർ കാണും. എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം, പക്ഷേ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിലൊക്കെ ആയിപ്പോകും. അപ്പോൾ വിശ്വാസത്തിൽ, റോമാലേഖനം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിൽ ബലഹീനരായവരെ താങ്ങുവാനായിട്ട് കഴിയണം. പിന്നെ പീഡനത്തിൻ്റെ പേരിൽ, വിമർശനങ്ങളുടെ പേരിൽ, ധൈര്യക്കുറവിൻ്റെ പേരിൽ, വിശുദ്ധ ജീവിതത്തിൻ്റെ പേരിൽ ഒക്കെ ബലഹീനരായിട്ടുള്ളതായ ആൾ ദൈവവചനം കേൾക്കുന്നവരാണ്. വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധ ജീവിതത്തിൻ്റെ തലത്തിലേക്ക് ഉയരുവാനായിട്ട് കഴിയാതെ പോകുന്നവർ, അവരെ തള്ളിക്കളയുവാനായിട്ടല്ല പൗലോസ് പറയുന്നത്. പിന്നെന്താണ്? അവരെ നമ്മൾ താങ്ങണം. അവർക്ക് എവിടെയാണ് കുറവുള്ളത്, എവിടെയാണ് പോരായ്മയുള്ളത്, എവിടെയാണ് അവർക്ക് ക്ഷീണമുള്ളത്, അവരെ താങ്ങുവാനായിട്ട് കഴിയണം എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബലഹീന എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. പലപ്പോഴും നമുക്ക് പറ്റാത്തതായിട്ടുള്ളൊരു സംഗതിയാണ് ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. എന്താണ്? ദീർഘക്ഷമ കാണിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബി പേഷ്യൻ ടു ഓൾ.
എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ, ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. ഈ എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? പക്ഷേ കർത്താവ് പറയുന്നത് എന്താ? ഇത് പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. പ്രാക്ടീസ് ചെയ്താൽ പറ്റും. പ്രാർത്ഥിച്ചാൽ പറ്റും, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. എന്നാലും പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മൊമെൻറ്റ് വരുമ്പോഴുണ്ടല്ലോ ഈ ദീർഘക്ഷമയൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് ഞാൻ വാഹനം ഓടിക്കുന്ന ആളാണ്. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നത് കൊണ്ട് എനിക്ക് തീരെ പറ്റാത്തതായിട്ടുള്ളൊരു സംഗതിയാണ് ഇത് ദീർഘക്ഷമ കാണിക്കുക എന്ന് പറഞ്ഞത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മുമ്പിൽ പോകുന്നവനോ പുറകിൽ വരുന്നവനോ വശത്തുകൂടെ വരുന്നവനോ ഒക്കെ നമ്മളെ കൊണ്ട് അങ്ങ് പാവം ചെയ്യിപ്പിക്കും. ഈ മുമ്പിൽ പോകുന്നവനും നമ്മൾ നിയമം പാലിച്ച് പോയാലും മുമ്പിലും പുറകിലും വരുന്നവൻ നിയമം ആകാത്തവനാണെങ്കിൽ നമ്മുടെ ദീർഘക്ഷമയൊക്കെ അങ്ങ് നഷ്ടപ്പെടും. കുറച്ചൊക്കെ മിണ്ടാതിരിക്കും, എന്നാൽ പോലും വലിയ ബുദ്ധിമുട്ടാണത്. പക്ഷേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാനും പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു എന്താ പറയുക, ആ ഒരു പേഷ്യൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള അനുഭവങ്ങളായി റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകും. പക്ഷേ സിസ്റ്റമായിട്ട് പോകുന്ന രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ പ്രശ്നമില്ലല്ലോ. നമുക്കവിടെ യാതൊരു വിഷയവുമില്ല. ഞാൻ 3 വർഷം അമേരിക്കയിൽ വാഹനം ഓടിച്ചു, ഒരുപാട് മൈലുകൾ ഓടിച്ച വ്യക്തിയാണ്. ആരോടും കമാന്നൊരക്ഷരം പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. കാരണം അവിടെ സിസ്റ്റം റൂളായിട്ട് പോകുന്നു, എല്ലാവരും ആ റൂൾ ഒബേ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ അത് നടക്കത്തുമില്ല. നമ്മൾ ആ റൂൾ ഒബേ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വേറൊരുത്തൻ ആ റൂൾ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരും. നമ്മൾ അവനെ പറയാനില്ലാത്ത പള്ളി മൊത്തം പറഞ്ഞു പിടിപ്പിക്കും. അങ്ങനെ നമ്മൾ ഭാവിയിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഞാൻ ആ ഭാവിയിൽ ഒന്നാമൻ, അല്ലേ, ആ ദീർഘക്ഷമ കാണിക്കുന്ന കാര്യത്തിനകത്തെ പാപം ചെയ്യുന്നതിൽ ഞാൻ ഒന്നാമൻ എന്നെനിക്ക് പറയേണ്ടി വരും. കാരണം അങ്ങനത്തെ ഗതികെട്ട അനുഭവത്തിലാണ് നമ്മളായിരിക്കുന്നതെന്ന് പറഞ്ഞു. റൂള് എല്ലാവരും പാലിച്ച് പോവുകയാണെങ്കിൽ ആർക്കും പാപം ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ പാപമുള്ള, കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, പാപം നിൻ്റെ പടിവാതിൽക്കൽ കിടക്കുന്നു. രാവിലെ കതക് തുറക്കുമ്പോൾ കിടക്കുന്നത് എന്താ? മുമ്പിൽ പാപമാണ്. ആ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടെ ജീവിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പം ഞാൻ ഇത് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷത്തിൽ ഞാൻ വാഹനം എടുത്തുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ ഞാൻ വിട്ടുപോകും, മറന്നുപോകും. കാരണം പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചെയ്യാൻ നിർവാഹമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ ആ പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ ചില നിമിഷങ്ങളിലൊക്കെ എങ്കിലും നമ്മൾ ആത്മീയന്മാരെന്നുള്ള ലെവൽ മാറി ജഡീകന്മാരായി പോകാറുണ്ട്. അത് സത്യമാണ്. എല്ലാ സമയത്തും ആത്മീയന്മാരായിട്ട് മാത്രമൊക്കെ ജീവിക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഒരു ജഡീകനായി പോകും. കാരണം ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്തില്ല കൂടുതലും ആ ജഡീകതയിലേക്ക് വരുന്നത്. അല്ലാത്തപ്പം വലിയ കുഴപ്പമില്ലാതൊക്കെ പോകാനായിട്ട് പറ്റും. ഉമ്മൻചാണ്ടി ഡ്രൈവ് ചെയ്യുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ പ്രശ്നം അറിയത്തില്ല. നമ്മൾ തെറ്റ് ചെയ്യുന്നു, നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് അല്ല. തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത് എന്തുകൊണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. എടാ നീ കാണിച്ചത് ശരിയായില്ല, അല്ലെ പറഞ്ഞത് ശരിയായില്ല, ചെയ്തത് ശരിയായില്ല എന്നുള്ള ചിന്ത. അപ്പോഴത്തേനും നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ പറയും കർത്താവെ ചെയ്തത് തെറ്റ്. അത് അവിടെ കൊണ്ട് തീരും. കാരണം നമുക്ക് ആ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ബോധം വരുത്തുന്നുണ്ട്. ആ ബോധം വരുത്തുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു ദൈവപൈതലായതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ 28ൻ്റെ പണി നമുക്ക് കിട്ടും, അത് വേറെ കാര്യം. അപ്പം ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്നതെന്ന് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് ഈ പറയുന്ന എന്നെ 8 കഴിഞ്ഞു. 8ഉം 18ഉം ഒക്കെ കഴിഞ്ഞു. 8ഉം 18ഉം ഒക്കെ കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മുന്നിൽ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. പുറകെ നിൽക്കുന്നവൻ ഒരുത്തിനങ്ങ് ഹോൺ അടിക്കുക, ചെവി തല കേൾക്കാൻ വേണ്ട. ഞാൻ തിരിഞ്ഞത് അവരെ ചീത്ത വിളിച്ചു. ഇതൊക്കെ സംഭവിക്കും. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ പ്രകോപിപ്പിക്കാം. അതെ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്.
കാരണം മുമ്പോട്ട് വണ്ടി ഒരിഞ്ച് നീങ്ങത്തില്ലേലും ഈ കുറേ ടാക്സിക്കാരന്മാരും ഓട്ടോക്കാരന്മാരും ഉണ്ട്. ഇവന്മാർ വന്ന് പുറകെ കീന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കും. ഒരു പണിയും ഇല്ല. അത് കുറച്ചെണ്ണം അങ്ങനത്തെ ഉണ്ട്. അതേ പറഞ്ഞത് നമ്മൾ ഈ നമുക്ക് അതിനകത്ത് എന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ ആൻറ്റി, നമുക്കൊത്തിരി ചാലഞ്ചസാണ്. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന കുഞ്ഞുകളിയല്ല, അത് ഭൂമത്തെയല്ല ഒരിക്കലും. അപ്പോൾ ആ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞതിനകത്ത് നമുക്ക് ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. കാരണം എപ്പോഴും ലോകം നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മൊമെൻറ്റിലും നമ്മളെ പ്രൊവോക്ക് ചെയ്ത് അവിടെ ജയം നേടുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് ഓർക്കണം. പക്ഷേ നമ്മളെല്ലാവരും ഒരേപോലെ അതിനകത്ത് പരാജയപ്പെട്ടു പോവുക. കാരണം ഈ പ്രൊവോക്കേഷൻ നമുക്കൊന്ന് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെയൊക്കെ ഉള്ളതായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈ മുമ്പിൽ എന്താ നടക്കുന്നതെന്നുള്ള പുള്ളിക്കാരൻ അറിയത്തില്ല. ഒന്നീ പുള്ളിക്കാരൻ വണ്ടിയിൽ ഉറക്കമായിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഡ്രൈവറുടെ വിഷമമോ ബുദ്ധിമുട്ടോ എന്താണെന്നുള്ളതൊന്നും അദ്ദേഹം അറിയുന്നില്ല. പക്ഷേ അദ്ദേഹം വേറെ സ്റ്റൈലാണ്. ഈ ചിലർക്ക് ഉണ്ടല്ലോ, ചിലരുടെ ഹോട്ട് ബ്ലഡാണ്, ചിലരുടെ കോൾഡ് ബ്ലഡാണ്, ചിലർ വളരെ ക്ഷിപ്രകോപികളാണ്, ചിലർ എത്ര തല്ലിയെന്ന് പറഞ്ഞാലും അനങ്ങാതെ അവിടെ ഇരിക്കും. പക്ഷേ അതാണ് ഏറ്റവും ഡേഞ്ചറസ് എന്ന് ഓർത്തോണം. ക്ഷിപ്രകോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും, ചൂടായതുപോലെ തന്നെ അങ്ങ് തണുക്കുകയും ചെയ്യും, പിന്നെ അങ്ങ് പോകും. പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ, ചൂടാവാതിരുന്ന് ചൂടാവുന്ന സൂത്രമുണ്ടല്ലോ, അതിനെ പിന്നെ പിടിച്ചാൽ 2 മണിക്കൂർ പിടിച്ചാലും കിട്ടുകയില്ലെന്ന് ഓർത്തോണം. അത് ഭയങ്കരമായിട്ട് പിന്നെ അങ്ങ് ഇതാവും. പിന്നെ അങ്ങനെയുള്ളവർ കോപിച്ച് കഴിഞ്ഞാൽ അവരെ ഒന്ന് കാമാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടൊന്ന് മുറിയണമെന്നോട് കയറി ചൂടായി പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. മറ്റേത് അങ്ങനെയല്ല. പക്ഷെ അതിന് ദോഷം ഒത്തിരി. ഈ വെട്ടൊന്ന് മുറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ചൂടാവുന്നത് എല്ലാവരുടെയും അപ്രീതി പിടിച്ചു വെക്കും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തല്ലിയാലും റിയാക്ട് ചെയ്യത്തില്ല, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവസാനം ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം എടുക്കും അവരെ ഒന്ന് തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ. അതാണ് അതിനകത്ത് വ്യത്യാസം എന്ന് ഓർത്തോണം. അപ്പോൾ എന്തൊക്കെയായാലും ഇതൊന്നും നല്ലതല്ല, അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇതൊന്നും നല്ലതല്ല. പക്ഷെങ്കിൽ പൗലോസ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അത്? ഞാൻ ജയിച്ചു എന്നല്ല, പിടിച്ചു എന്നുമല്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താ, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു വിജയം നേടാൻ വേണ്ടി, ടു അറ്റൈൻ എ വിക്ടറി കണ്ടിന്യൂസ്ലി വി ഹാവ് ടു റൺ. അതാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജയിച്ചു എന്നോ നേടിയെന്നോ ഒന്നും അല്ല. പൗലോസ് പോലും പറയുന്നത്, ഇത്രയും നല്ലതായിട്ടൊക്കെ നടന്ന മനുഷ്യൻ പോലും പറയുന്നത്, ജയിച്ചെന്നോ നേടിയെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് പിടിക്കാമോ, അത് നേടാമോ എന്ന് കരുതി ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പൗലോസ് ദേഷ്യപ്പെട്ടിട്ടില്ലേ? പൗലോസൊക്കെ നല്ല ഉഗ്രൻ ആർഗ്യുമെൻ്റ്. പത്രോസിനെയൊക്കെ അടിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. ബർണബാസ് സ്വന്തം കൂട്ടുകാരനാണ്, മർക്കോസിൻ്റെ പേരിൽ അടി കൊടുത്തില്ലെന്നുള്ളതേ ഉള്ളൂ. സൂപ്പറായിട്ട് കയറി ചൂടായ മനുഷ്യനാണ്. ഇതൊക്കെ എന്താണ്? വിശ്വാസത്തിൻ്റെ പേരിലും എന്താ പത്രോസിനെ എടുത്തിട്ട് ചാടിച്ചു കൂടത്തില്ല. പത്രോസ് അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിട്ട് എണ്ണപ്പെട്ടിരിക്കുന്നവരെന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. യേശുവിനോട് അടുത്ത് നിന്ന ആളാണ്. അങ്ങനെയുള്ളൊരു സീനിയറായിട്ടുള്ള മെത്രാപ്പോലിത്തായാണ് ഇന്നലെ വന്ന ഉപദേശി കയറി ചാടിക്കാൻ നോക്കുന്നതെന്ന് നോക്കണം. മനസ്സിലായില്ലേ? നീ കാണിച്ച് ശരിയാണോന്നോടാ എന്ന് പത്രോസ് മിണ്ടാണ്ടിരുന്നു. പത്രോസിന് മനസ്സിലായി കുഴപ്പക്കാരൻ അല്ലേ. പത്രോസിന് പറഞ്ഞോ, നീ ഇന്നലെ വന്നതേ ഉള്ളൂ, നീ സമയം മൊത്തം മുടിച്ചവനാണ്, നീ കൂടുതലൊന്നും എൻ്റെ അടുത്ത് വർത്താനം പറയണ്ട, മര്യാദയ്ക്ക് ഇരുന്നോടാ എന്ന് പത്രോസ് പറഞ്ഞു. ഇല്ല, പത്രോസിന് മനസ്സിലായി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി. പത്രോസ് ലേഖനം എഴുതുന്നുണ്ടേ പൗലോസിനെ പുകഴ്ത്തിയാണ് പറയുന്നത്. പത്രോസിൻ്റെ ലേഖനം വായിച്ചു നോക്കണം, നല്ല പുകഴ്ത്തിയാണ് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും പൗലോസ്. പക്ഷെ അവരുടെ പ്രത്യേകത എന്താകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടായി. ഹീറ്റഡ് ആർഗ്യുമെൻ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ആർഗ്യുമെൻ്റ് ഉണ്ടായി. പക്ഷേ ആർഗ്യുമെൻറ്റിൻ്റെ പേരിലൊന്നും അവർ പിണങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രി ഒന്നും അത് ബാധിച്ചിട്ടില്ല. പത്രോസാനെ പറയുന്നുണ്ട്, ഈ പൗലോസൻ എഴുതി വെച്ചേക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് പോലും, ചിലതൊന്നും എനിക്കും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് തന്നെ പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. അത്രയ്ക്ക് ഇതായിട്ട് നല്ല നിലയിലാണ് പുള്ളിക്കാരൻ എഴുതി. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ചൂടായില്ലെന്നുള്ളതല്ല, തർജ്ജനം ചെയ്യേണ്ടടുത്ത പൗലോസ് നല്ല 1ാം ക്ലാസ്സായിട്ട് തർജ്ജനം, മറ്റ് ശിഷ്യന്മാരെക്കാട്ടിലൊക്കെ അപ്പോസ്തലന്മാരെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ തർജ്ജനം ചെയ്ത് വെട്ടിമുറിച്ചിരിക്കുന്നത് പൗലോസാണെന്ന് ഓർക്കണം. നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ സംസാരിച്ചിരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ പൗലോസ് കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. പൗലോസ് ചൂടനാണ്, പൗലോസ് ഈ കൊള്ളരുതായ്മ എല്ലാം കാണിച്ചവനാണ് എന്ന് പറയുന്നത് പൗലോസിനെ വിധി എഴുതി തള്ളാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, എല്ലാവരും അപ്പോസ്തലന്മാരാണോ? അല്ല. എല്ലാവരും ഉപദേശകന്മാരാണോ? എല്ലാവരും പ്രവാചകന്മാർ? അല്ല. ഓരോരുത്തർക്ക് ദൈവം ഓരോരോ ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്.
ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവമാക്കി വെക്കുന്ന ശുശ്രൂഷകർക്ക് ദൈവം ഓരോ ക്വാളിറ്റി കൊടുത്തായിരിക്കും അയക്കുന്നത്. അപ്പോൾ അവരുടെ ശുശ്രൂഷ അവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുകൂടെയാണ് അതിനകത്തുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുക, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക. നോ വൺ റീപേസ് എനിവൺ ഈവിൾ ഫോർ ഈവിൾ. അവൾ എന്നോട് ഇത് ചെയ്തു, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ചെയ്യും, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക. ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ച് 18ൻ്റെ പണി കൊടുക്കും എന്നുള്ള ചിന്ത. എവിടെ ആയത്? കൂട്ടായ്മയ്ക്കകത്താണ്, സഭയ്ക്കകത്താണ്, അല്ലേ? സഭയോടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളിൽ ആരും, നിങ്ങൾ ഒരുത്തൻ നിങ്ങളോട് തിന്മ ചെയ്തു എന്ന് കരുതി നിങ്ങൾ അവനിട്ട് തിന്മ ചെയ്യുവാനായിട്ട് പോകരുത്. നന്മയാൽ തിന്മയെ ജയിക്കുവാനായിട്ടാണ് പൗലോസ് പഠിപ്പിക്കുന്നതെന്ന് ഓർത്തോണം. അപ്പോൾ തിന്മയ്ക്ക് പകരം തിന്മ, അല്ലേ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള പ്രവണതയല്ല ദൈവസഭ സ്വീകരിക്കേണ്ടത്. അതല്ല അവരുടെ ഉത്തരവാദിത്വം എന്ന് പഠിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ ചെയ്യുക. പിന്നീട് പറയുന്നത് ഡു ഗുഡ് ടു ഓൾ, എല്ലാവർക്കും നന്മ ചെയ്യുക. നമ്മളെക്കൊണ്ട് കഴിയുന്നിടത്തോളം ആരിൽ നിന്നും, ഞാൻ എപ്പോഴും പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു നന്ദി വാക്ക് പോലും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാവും. നമ്മുടെയൊക്കെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ഒരു നന്മ, ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. എന്നാലും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവരൊരു ഒരു ഒരു താങ്ക് യു പോലും പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത. അത് കർത്താവിനും ഉണ്ടായിരുന്നു പണ്ട്. 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി വിട്ടു, ഒരുത്തൻ മാത്രം അതിരിച്ചു. എടാ, ഞാൻ 10 സൗഖ്യമാക്കി വിട്ടു, ബാക്കി 9 എവിടെ പോയിടാവൂ എന്നാണ് ചോദിച്ചത്. ഒരുത്തൻ മാത്രം അതിരിച്ചു. ഇപ്പോൾ കർത്താവും ആഗ്രഹിച്ചു എന്താണ്, തിരിച്ചു വന്ന് ഇവന്മാരൊന്ന് പറയും, ഒരു നന്ദി പറയും. ഇല്ല, അങ്ങനെ നന്ദി പറയുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, എല്ലാവർക്കും നന്മ ചെയ്യുക, ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ നമ്മൾ അങ്ങോട്ട് ചെയ്തേക്കാമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മനസ്സിന് സുഖം തരുന്നത്. കാരണം എന്നോടൊരു നന്ദി വാക്ക് പറയും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും. ആ നന്ദി വാക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഉള്ളിൽ ഇറിറ്റേഷൻ കയറി തുടങ്ങും. പിന്നെ ആ വ്യക്തിയോട് സ്വാഭാവികമായിട്ടുള്ള വിരോധവും അകൽച്ചയുമായി തുടങ്ങും. ഒന്നും പ്രതീക്ഷിക്കരുത്. ഇവരിൽ നിന്ന് ഒരു നന്മ, ഒരു നന്ദി എനിക്ക് കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, സന്തോഷമേ ഉള്ളൂ എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാവർക്കും നന്മ ചെയ്യുക, എപ്പോഴും സന്തോഷിക്കുക, റിജോയ്സ് ഓൾവേസ്. അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എന്നാൽ പോലും പൗലോസ് പറയുകയാണ്, പൗലോസ് അത് നമ്മളെ കാണിച്ചു തന്നതാണ്, എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം എഴുതുന്നതായിട്ടുള്ള സമയത്ത് ഫിലിപ്പിയർക്ക് പറയുമ്പോൾ മുഴുവനും പറഞ്ഞത് സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തോളും. 34-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അപ്പോൾ ഞാൻ യഹോവയെ എല്ലാ കാലവും എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട്, സന്താപമുണ്ട്, രോഗമുണ്ട്, അരോഗതയുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, സമ്പത്തുണ്ട്, ദാരിദ്ര്യമുണ്ട്. ഇതാണ് എല്ലാ കാലവും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാലത്തും, എല്ലായ്പ്പോഴും, എപ്പോഴും സന്തോഷിക്കുക. രോഗത്തിലും സന്തോഷിക്കണം, അരോഗതയിലും സന്തോഷിക്കണം, താഴ്ച വരുമ്പോഴും സന്തോഷിക്കണം, ഉയർച്ച വരുമ്പോഴും സന്തോഷിക്കണം, ദാരിദ്ര്യം വരുമ്പോഴും സന്തോഷിക്കണം, ധനമുള്ളപ്പോഴും സന്തോഷിക്കണം. ഇതാ പറഞ്ഞിരിക്കുന്നത് എല്ലാ അവസ്ഥയിലും. പക്ഷെ പറ്റുമോ? ചില പുളിക്കും, അല്ലേ? ചില പുളിക്കും. ഒരു നേരം അല്പം സാമ്പത്തികം കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ നമുക്ക് എരിപിരി സഞ്ചാരമാണെന്ന് ഓർക്കണം, അല്ലേ? ഒരു നേരം ഫോൺ ചെയ്തില്ലെങ്കിൽ ഉടനടി ഡിപ്രഷനാണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പറയണ്ട. അപ്പോൾ അതിനേക്കാട്ടിൽ കൂടിയ പീഡകൾ വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥയോ മിണ്ടണ്ട. അപ്പോൾ പൗലോസ് ഇവിടെ എന്താ ഫിലിപ്പിയരോട് പറയുമ്പോഴാണ് പറഞ്ഞത് ഇടപെടാതെ സന്തോഷിക്കണം. ഈ പുള്ളി ഇത് കാണിച്ചു കൊടുത്തു കേട്ടോ. ഫിലിപ്പിയിലെ ജയിലിൽ കിടക്കുമ്പം ഞാൻ നിങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട് നന്നായിട്ട്. ആ ആമത്തിൽ തടവിൽ കിടക്കുന്ന വേളയിലും ദൈവത്തെ പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിലെ സന്തോഷം എന്താ? അപ്പോൾ ആത്മീയ സന്തോഷം, ആ സ്പിരിച്വൽ ജോയ്, അതാണ് ഓരോ ദൈവമക്കൾക്കും വേണ്ടത്. ഭൗതികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാണും, അല്ലേ? സന്തോഷമില്ലാത്തതായ നിമിഷങ്ങളായിരിക്കും ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ലോകപരമായിട്ടുള്ളത് എന്ന് ഓർത്തുകൊള്ളണം. എന്നാൽ ആത്മീയ സന്തോഷം, പൗലോസിനെയും ശീലാസിനെയും സംബന്ധിച്ചിടത്തോളം
അടി മൊത്തം കിട്ടി ദേഹം മുഴുവനും മുറിഞ്ഞ് നാശമായിരിക്കുക, രക്തമൊക്കെ വാർന്നൊലിച്ചുകൊണ്ടിരിക്കുക, ദേഹം അസ്ഥികളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വേദനയെടുത്ത് മുറിഞ്ഞുമൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ കൂടെ അവർ കടന്നു പോകുന്നു. രാത്രി മുഴുവനും വേദനാജനകമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു എന്ന് ഓർക്കണം. രാത്രി മുഴുവനല്ല, പകൽ മൊത്തം അടി കിട്ടിയതാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ വേദനയും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ. അങ്ങനെ കടന്നു പോകുന്ന മനുഷ്യർ സന്തോഷിക്കുക. അപ്പോൾ ലോകപരമായിട്ട് അവർക്കൊരു നന്മയുമില്ല, ലോകപരമായിട്ട് സന്തോഷിപ്പാനായിട്ട് അവർക്കൊന്നുമില്ല. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആത്മീയ സന്തോഷം, കർത്താവിനോടുള്ള സ്നേഹമാണ് സന്തോഷമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇടപെടാതെ സന്തോഷിക്കുക. കർത്താവിനോട് സ്നേഹമുള്ളതായ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം രോഗമായാലും അരോഗതയായാലും സാമ്പത്തിക ബുദ്ധിമുട്ടായാലും ഉയർച്ചയായാലും താഴ്ചയായാലും ക്ലേശമായാലും ദാരിദ്ര്യമായാലും എന്താണ്, സന്തോഷിപ്പാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവയ്ക്കൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുവാനായിട്ട് കാര്യം. അപ്പം ഈ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? ലൗകിക സന്തോഷമല്ല, ഇത് ആത്മീയ സന്തോഷമാണ്. ലൗകിക സന്തോഷം നമുക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. ലൗകികം നമ്മളെ വേദനിപ്പിക്കത്തേ ഉള്ളൂ എന്ന് ഓർത്തുകൊള്ളണം. ആത്മീയ, കാരണം അതാണല്ലോ പൗലോസ് പറഞ്ഞത്, കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതെല്ലാം എവിടുന്ന് വരുന്നതാണ്? ഭൗതികമാണ്, ലോകത്തിൽ നിന്നുള്ളതാണ്. ഇതിനൊന്നും നമ്മളെ സന്തോഷിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. പക്ഷേ ഇതിൻ്റെ നടുവിലും ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് ആത്മീയ സന്തോഷത്തെ തരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് റിജോയ്സ് ഓൾവേസ്, കഷ്ടത്തിലും നഷ്ടത്തിലും സന്തോഷിപ്പാനായിട്ട് കഴിയണം. ഇടപെടാതെ പ്രാർത്ഥിക്കുക. അടുത്തത് പ്രേ വിത്തൗട്ട് സീസിങ്, ഇടപെടാതെ പ്രാർത്ഥിക്കുക. പൗലോസ് പഠിപ്പിക്കുന്ന മറ്റൊരു സംഗതിയാണ് കണ്ടിന്യൂസ് ആയിട്ട്, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രാർത്ഥനയ്ക്ക് എന്താ പറയുക, രാവിലെ പ്രാർത്ഥിക്കുന്നു, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്നു. ദാവീദ് പറഞ്ഞാണെങ്കിൽ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയുന്നു. ദാനിയേലിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ താൻ പതിവ് പോലെ 3 നേരം കിളിവാതിൽ തുറന്ന് യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിച്ച അനുഭവമാണ് അദ്ദേഹം ബാബിലോണിലായിരിക്കുമ്പോൾ. 3 നേരം പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ ചിന്തയുണ്ട്, എത്ര നേരമാണ് പ്രാർത്ഥിക്കേണ്ടത്? രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചാൽ മതിയോ? അതോ ഈ പറഞ്ഞതുപോലെ ഇവരൊക്കെ ചെയ്തതുപോലെ 3 നേരമാണോ പ്രാർത്ഥിക്കേണ്ടത്? ആ 3 നേരവും പോയി ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥനാ ഹാളിൽ പോയി പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ? അങ്ങനെയല്ല. ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാം. നാട്ടുകാരെ മൊത്തം കേൾപ്പിച്ചുകൊണ്ടല്ല എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഉള്ളിൽ പ്രാർത്ഥിക്കുക. ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, നടക്കുമ്പോൾ പ്രാർത്ഥിക്കാം, രാവിലെ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ പ്രാർത്ഥിക്കാം. അതെന്താണ്? ആത്മാവും തമ്മിലുള്ള സംവാദമാണ്. ദൈവസന്നിധിയിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാതെ എപ്പോഴും മറ്റുള്ളവരെ കേൾക്കെ ഉറക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ പോയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതിനെക്കുറിച്ചും അല്ല പൗലോസ് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു ദൈവ പൈതൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് മൗനമായിട്ട് ഹൃദയം ആത്മാവോട് സംസാരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് ആ പ്രാർത്ഥനാനുഭവം. പിന്നീട് പറയുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്. എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. അതും ഈ മുമ്പേ പറഞ്ഞതുപോലെ ദീർഘക്ഷമ കാണിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ചില ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എല്ലാറ്റിനും സ്തോത്രം. രോഗം വന്നതിനും സ്തോത്രം, ദാരിദ്ര്യം തന്നതിനും സ്തോത്രം, ഞാൻ വീണതിനും സ്തോത്രം, എഴുന്നേറ്റതിനും സ്തോത്രം. ഇത് പറയാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് നമ്മൾ, അല്ലേ? പക്ഷേ ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നത് എല്ലാറ്റിനും വീണോ കർത്താവേ, ഞാൻ വീണതിനായിട്ടും സ്തോത്രം. എനിക്ക് തലവേദന വന്നോ, എനിക്ക് രോഗം വന്നോ, മാരകമായ അസുഖം വന്നോ, സ്തോത്രം. പണ്ടത്തെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലേ? അവർ ചെയ്യുന്നു, വീണു, അതിനും കർത്താവിനൊരു ഉദ്ദേശം കാണും. അങ്ങനെയെല്ലാം എന്താ പറയുന്നത്, ഈ പോസിറ്റീവ് മൈൻഡിൽ കണ്ടിട്ടുള്ളവരാണ്. ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് അപ്പം ഈ പറഞ്ഞതിൻ്റെ കാരണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന കാരണം നമ്മളൊരു പോസിറ്റീവ് വേയിൽ. ഇന്ന് ഒത്തിരി എന്താ പറയുന്നത്, മോട്ടിവേഷണൽ സ്പീക്കർമാരൊക്കെ ഇങ്ങനെ അരങ്ങ് തകർത്ത് ലോകം വാഴുന്ന ഒരു കാലഘട്ടമാണ്. ഈ ചില മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനേ ഉള്ളൂ ആ കഴിവ്, അല്ലേ? ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യം, ഈ വചനത്തെക്കാട്ടിലും മോട്ടിവേഷൻ തരാൻ പറ്റുന്ന ആർക്കാണ്? ഇതിനെക്കാട്ടിലും വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കർ വേറെയുണ്ട്? പരിശുദ്ധാത്മാവിനെക്കാട്ടിലും വലിയ മോട്ടിവേഷണൽ സ്പീക്കർ ആരാ? ദൈവവചനത്തെക്കാട്ടിലും വലിയ മോട്ടിവേഷൻ എന്നതാണ്? ഇവിടെ പറയും ഏറ്റവും വലിയ മോട്ടിവേഷനാണ് ഇത്. എല്ലാറ്റിനും വേണ്ടിയിട്ട് സ്തോത്രം ചെയ്തോളാം, അല്ലേ? അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. അല്ല, കുതിര പോലെ പോകുന്നത് പോലെ അങ്ങ് പോകും. മുട്ടിന് വേദന, രാവിലെ എഴുന്നേറ്റപ്പം മുട്ടിന് വേദന, കർത്താവെ മുട്ടിന് വേദന തന്നതിനായിട്ടും സ്തോത്രം. കഴിഞ്ഞ പരിപാടി അവിടെ, അല്ലേ? പിന്നെ കുതിച്ച് പാഞ്ഞു പൊക്കോളും.
രാവിലെ എഴുന്നേൽക്കുമ്പം തലകറക്കമുണ്ടോ? തലകറക്കം തന്നതിനായിട്ടും സ്തോത്രം. തീർന്ന പരിപാടി അവിടെ. അപ്പോൾ എല്ലാറ്റിനു വേണ്ടിയും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവാൻ. അങ്ങനെ 9 കൂട്ടം കാര്യങ്ങൾ ഒരു ദൈവ പൈതൽ, ഒരു ദൈവസഭ ചെയ്യേണ്ടുന്നതാണ് ഇവിടെ നമ്മളെ കാണിച്ചിരിക്കുന്നത്. 1-2 മിനിറ്റ് കൂടെ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മാവിനെ എല്ലാറ്റിനും സ്തോത്രം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടമായത് കേട്ടോ. ഒരു സമൂഹം, ഒരു വ്യക്തി എന്തായിരിക്കണം, ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കുന്നത് പോലെ ഒരു സമൂഹം, ഒരു സഭ, ദൈവ പൈതൽ, ഇത് ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണ്. ഈ പറഞ്ഞിരിക്കുന്ന 9 കൂട്ടം കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പം അതിനകത്ത് ഒരെണ്ണം നമ്മൾ തെറ്റിച്ചാൽ കർത്താവ് സങ്കടപ്പെടും. കോപിക്കത്തില്ലായിരിക്കും, പക്ഷെ സങ്കടപ്പെടും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ വരുമ്പം ആദ്യമേ ഉണ്ടാകുന്ന ദേഷ്യത്തെക്കാട്ടിൽ നമ്മുടെ ഉള്ളിലൊരു സങ്കടമുണ്ട്. കാരണം ഞാൻ അവൻ്റെ അപ്പനായിട്ട് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് അനുസരിച്ചില്ലല്ലോ എന്ന് കർത്താവിനൊരു സങ്കടവും നിരാശയും ഒക്കെ ഉണ്ടാവും. അപ്പം നാം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരായി തീരാനായിട്ട് പാടില്ല. ഇത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളതും പ്രയാസമുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും ട്രൈ ടു ഒബേ, അനുസരിക്കുവാനായിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് ശ്രമിക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം ദൈവമക്കൾ. ആത്മാവിനെ കെടുക്കരുത് എന്നാണ് അടുത്തതായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഡു നോട്ട് ക്വെഞ്ച് ദ സ്പിരിറ്റ്. അതായത് ആത്മാവിനെ കെടുത്തരുത് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വാസിയുടെ ഉള്ളിൽ കത്തിച്ചിരിക്കുന്ന ആത്മീയ അഗ്നി കെടുത്തിക്കളയുവാനായിട്ട് പാടില്ല. നമുക്കറിയാം, കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള തീയുടെ മേൽ അല്പം വെള്ളം കയറി ഒഴിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് കെട്ടുപോകും. വളരെ ശക്തമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണെങ്കിൽ പോലും അതിൻ്റെ പുറത്തേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെ കെടുത്തിക്കളയുവാനായിട്ട് കഴിയും എന്നുള്ളത് ഓർത്തു വേണം. നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന തീ. ആത്മാവിനെ തീയോടെ പറഞ്ഞിട്ടുണ്ട്, അഗ്നിയോടെ ഉപമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നതായ അഗ്നി, പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞത് എന്താണ്? നിന്നിലുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. ഓക്കെ, നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ജ്വലിപ്പിച്ച് നിർത്തേണ്ടുന്ന ഒരു കടമയുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുന്ന ഉടനെ യാഗപീഠത്തിൽ കത്തുവാൻ കൊടുത്ത അഗ്നി, സ്വർഗത്തിൽ നിന്നാണ് ആ യാഗപീഠത്തിലേക്ക് ആദ്യമായിട്ട് യാഗപീഠം ദഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അഗ്നി ഇറങ്ങി വരുന്നത്. ആ അഗ്നി അണഞ്ഞു പോകരുതെന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ലേവ്യ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലുണ്ട്, നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് അണയുവാൻ പാടില്ല. ദൈവം ദൈവ പൈതലിനെ നൽകിയിരിക്കുന്ന, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതായിട്ടുള്ള സമയത്ത് നൽകിയിരിക്കുന്നതാണ് ആത്മാവിൻ്റെ അഗ്നി എന്ന് ഓർത്തോളൂ. ഇത് കെട്ടുപോകുവാനായിട്ട് പാടില്ല. ഇതെങ്ങനെയാണ് നമ്മൾ കെടുത്തുന്നത്? നമ്മൾ ചിലപ്പം വെള്ളം കോരി ഒഴിക്കാറുണ്ട്, ഇല്ലേ? എന്ത് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്? നമ്മുടെ നിരാശ, അലസത, അശുദ്ധി, ഇങ്ങനെയുള്ളതായ വെള്ളം ഇടയ്ക്ക് നമ്മൾ കോരി ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കും? ഈ അഗ്നി കെട്ടുപോകുവാൻ സാധ്യതയാണ്. ആത്മാവിനെ കെടുത്തിക്കളയരുതെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ കെടുത്താനുള്ള സാധ്യത ഉണ്ടല്ലോ, കെട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരുത്തന് എൻ്റെ ഉള്ളിലിരിക്കുന്ന അഗ്നിയെ കെടുത്താൻ പറ്റത്തില്ല. എൻ്റെ ഉള്ളിലെ അഗ്നിയെ കെടുത്തുന്നത് ഞാൻ തന്നെയാണ്, വേറെ ആൾക്കും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്നിലേക്ക് കയറി വരുന്ന, അല്ലെങ്കിൽ ഞാൻ കോരി ഒഴിക്കുന്ന വെള്ളം, ഞാൻ കോരി ഒഴിക്കുന്ന നിരാശയാകുന്ന വെള്ളം, അലസതയാകുന്ന വെള്ളം, അശുദ്ധിയാകുന്ന വെള്ളം എന്ത് ചെയ്യും? എന്നിലെ പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയുവാനായിട്ട് ഇടയാവുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവരുത്. മുകളിൽ 9 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ 9 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ ഇപ്പം പറഞ്ഞത്? ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാവരുത്. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യർ 4:30 പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു? ആത്മാവിനെ കെടുത്തിക്കളയരുത്. അവിടെ പറയുന്നു, എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാരണം നമ്മൾ ദൈവഹിതത്തിന് ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നു.
ആ ഇഷ്ടം പരിശുദ്ധാത്മാവിൻ്റെയും ഇഷ്ടമാണ്. ആ ഇഷ്ടം നമ്മൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തായി മാറുകയാണ്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായിട്ട് മാറുകയാണ്. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവകാശത്തിൻ്റെ അച്ചാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എഫേസ്യർ 1-ന്റെ-14 വാക്യം. അവിടെ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ, അല്ലേ, അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താ? ഹൂ ഇസ് ദ ഗ്യാരൻറ്റി ഓഫ് അവർ ഇൻഹെറിറ്റൻസ്? അവകാശത്തിൻ്റെ അച്ചാരമായിരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവ് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പിന്നെയും കയറിപ്പോവും, അല്ലേ? അച്ചാരം, അവകാശത്തിൻ്റെ അച്ചാരം എന്നാണ് പറയുന്നത്, അല്ലേ? ഗ്യാരൻറ്റി ഓഫ് അവർ ഇൻഹെറിറ്റൻസ്, അല്ലേ? ഒരു വസ്തു വാങ്ങിക്കാനായിട്ട് നമ്മൾ പോവുക, 1 കോടി രൂപ വിലയുണ്ട്. 1 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ അഡ്വാൻസ് കൊടുത്ത് നമ്മളത് എഗ്രിമെൻ്റ് ചെയ്യും, അച്ചാരം കൊടുക്കുക, ഗ്യാരൻറ്റി കൊടുക്കുക. 1 കോടിയുടെ 1 ലക്ഷമേ കൊടുത്തുള്ളൂ, 99 ലക്ഷം കിടപ്പുണ്ട് ബാക്കി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അവകാശത്തിൻ്റെ അച്ചാരം മുകളിൽ വെച്ചേക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചിട്ടുമില്ല. അപ്പോൾ എന്താണ്? അതിൻ്റെ ഒരു അംശമായിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നതെന്ന് ഓർത്തോളം. ഒരംശമായിട്ട്. അപ്പോൾ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ അവകാശത്തിൻ്റെ അച്ചാരം എന്താണ്? ആ വലിയ ഇതല്ല, ഇതിനും അപ്പുറത്തേക്കുള്ളതാണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരം ആണ് എന്നുള്ളത് നാം മറന്നു പോകുവാനായിട്ട് പാടില്ല. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്ര സീൽ ചെയ്തിരിക്കുക. ആരെ സീൽ ചെയ്തിരിക്കുന്നു? നമ്മെ സീൽ ചെയ്തിരിക്കുന്നു, അല്ലേ? അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ പോകുമ്പോൾ, ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത് ഒരുപാട് തടികൾ വെട്ടി ഈ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന നിങ്ങൾക്ക് കാണാം. എപ്പോഴെങ്കിലും ഏതെങ്കിലും വനമേഖലയിൽ കൂടെ പോകുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി. റോഡ് സൈഡുകൾ ഒത്തിരി തടി കിടക്കുന്ന കാണാം. അതിലൊരു സീൽ അടിച്ചിട്ടുണ്ട്. ആ സീൽ അടിച്ചിരിക്കുന്ന സത എന്ന് പറഞ്ഞിട്ടുള്ള സീല, സ ത എന്നുള്ളൊരു സീൽ അടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ വക തടി എന്നാണ് അതിനർത്ഥം. ആ സർക്കാർ വക തടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നവന് പണി കിട്ടും. ഇപ്പോൾ സീൽ അടിച്ചിരിക്കുകയാണ്, ഇത് സർക്കാർ വക തടിയാണ്. മനസ്സിലായോ? ആർക്കും എടുക്കാൻ പറ്റത്തില്ല, ആർക്കും ഒരു അവകാശവും അതിൻ്റെ മേളിൽ ഇല്ല. ഒരു ദൈവ പൈതലിനെ സ്വർഗം സീലടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ദൈവം വക, പിശാചിന് അവൻ്റെ മേൽ അധികാരം ഇല്ല. മനസ്സിലായോ? ഇത് ദൈവം വക, ഇത് കർത്താവിൻ്റേതാണ്. കാരണം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നതാണെന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നമ്മളാകുന്ന ഓരോ മരത്തേലും ഓരോ തടിയേലും കർത്താവ് സീലടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെൻ്റേതാണ്, ഒരുത്തനും തൊടാൻ പാടില്ല, എടുത്തുകൊണ്ട് പോയാൽ പണി കിട്ടും. മനസ്സിലായല്ലോ കാര്യം? ഇനി ആ ഭാഗത്തു നിന്ന് പോവുകയാണ്. അടുത്ത് പറഞ്ഞ് പ്രവചനം തുച്ഛീകരിക്കരുത്. ഡു നോട്ട് ഡിസ്പൈസ് പ്രൊഫസീസ്. അക്കാലങ്ങളിൽ പ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കള്ളപ്രവാചകൻ, ഏതാണ് ഒറിജിനൽ പ്രവാചകൻ എന്നറിയാൻ വയ്യാത്തതായിട്ടുള്ള ഒരു പ്രയാസം ആ കാലഘട്ടത്തിൽ ദൈവമക്കൾക്കുണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ് പ്രവചനം തുച്ഛീകരിക്കരുത്. അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം കൂടെ വായിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. എന്താണ്? ആത്മാവിലേക്ക് എടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. ഓക്കെ, അവിടെ പറയുന്നത് എന്താണ്? നല്ലതേതാ തീയതേതാന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. കള്ളപ്രവാചകന്മാരും നല്ല പ്രവാചകന്മാരുമുണ്ട്. ഇതിനകത്ത് ആര് പറയുന്നതാണ് ശരിയെന്നുള്ളത് അറിയുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നത് എന്താണ്? നല്ലതേതാണ് ശോധന ചെയ്യണം. അതിനുള്ള ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഗുണഗണങ്ങളെ, നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ. അങ്ങനെ തിരിച്ചറിഞ്ഞ് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. നല്ലത് ശോധന ചെയ്യാൻ നമുക്ക് എന്തോ തന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശോധന ചെയ്ത് മുറുകെ കേട്ടതെല്ലാം അതുപോലെ അങ്ങ് വിഴുങ്ങിക്കൊണ്ട് പോവുകയല്ല. ബെരോവ ക്രിസ്ത്യൻസിനെ പോലെ അപ്രകാരം തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടുന്നത് അനിവാര്യമാണ് എന്നുള്ളത് കൂടെയാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നീട് അവസാനം പറഞ്ഞു നിർത്തുകയാണ്, ആശീർവാദമാണ്.
സകലവിധ ദോഷവും വിട്ടകലുവീൻ. അതും അവിടെ പറയുകയാണ്, അബ്സ്റ്റെയിൻ ഫ്രം എവരി ഫോം ഓഫ് ഈവിൾ. എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടകന്ന് നിൽക്കേണ്ടുന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനതൊന്നും ഇനി വിശദീകരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. പലകൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കമ്പി വാചകങ്ങളിൽ പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുകയാണ്. എന്താണ്? സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുമാർ. അപ്പോൾ ദൈവമാണ് ഒരു ദൈവ പൈതലിനെ ശുദ്ധീകരിക്കുന്നത്. ശുദ്ധീകരിക്കുന്നത് എവിടെയൊക്കെയാണ്? ആത്മാവ്, പ്രാണൻ, ദേഹം. അല്ലേ? നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ദേഹം, ദേഹി, ആത്മാവ്. അപ്പം പ്രയോറിറ്റി മാറുന്നു എന്ന് ഓർക്കണം. നമ്മുടെ പ്രയോറിറ്റി എന്തിനാ? ദേഹത്തിനാണ്. ദേഹത്തിന് വേണ്ടി എത്ര സമയം നമ്മൾ കളയും? 23 മണിക്കൂറും പിന്നെ ഒരു 40-50 മിനിറ്റും കളയും, അല്ലേ? പിന്നെ ദേഹിക്ക് വേണ്ടി ഒരു 7 മിനിറ്റ് കളയും. പിന്നെ ആത്മാവിന് വേണ്ടി ഒരു 2 മിനിറ്റ് കളഞ്ഞേലായി. 24 ഹവേഴ്സിലെ കാര്യമാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളുടെ പ്രയോറിറ്റി മൊത്തം എന്താണ്? ദേഹം ഒന്നാം സ്ഥാനം. ദൈവത്തിൻ്റെ പ്രയോറിറ്റി എന്താണ്? ആത്മാവിനാണ് ഒന്നാം സ്ഥാനം. ആത്മാവ്, പ്രാണൻ, ദേഹം, അല്ലേ? അവിടെയാണ് അങ്ങനെ ആ ഓർഡർ വരുന്നത്. ഈ മനുഷ്യൻ ഗുണം പിടിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഈ ദൈവത്തിൻ്റെ ഓർഡർ മനുഷ്യൻ തെറ്റിക്കും. അതാണ് ഈ പ്രശ്നം മൊത്തം. ദൈവത്തിൻ്റെ ഓർഡർ മനുഷ്യൻ ഉൾട്ടാക്കി തെറ്റിച്ച് കളയും. അതോടുകൂടെ സകലവും തകിടം മറിയുന്നു എന്നോർത്തോളും. ദൈവത്തിൻ്റെ പ്രയോറിറ്റി എവിടെയാണ്? ആത്മാവിന് പ്രയോറിറ്റി കൊടുക്കുന്നു, പ്രാണന് പ്രയോറിറ്റി കൊടുക്കുന്നു, പിന്നീടാണ് ദേഹത്തിലേക്ക് അത് കടന്നു വരുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പടം വീണ്ടും കാക്കപ്പെടുമാറാകട്ടെ. മനസ്സിലായോ? ഈ 3 കൂട്ടം കാര്യങ്ങളും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ വിശുദ്ധിയോടുകൂടെ ഉള്ളതായിരിക്കണം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാനായിട്ടോ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ടോ കഴിയുകയില്ല എന്നുള്ള പരമമായിട്ടുള്ള സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആത്മാവും ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം, പ്രാണനും ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം, ദേഹവും ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഇതാരാ ശുദ്ധീകരിക്കുന്നത്? ഇതിനോട് ചേർത്തൊരു വാക്യം കൂടെ വായിച്ചോണം. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിനകത്ത് കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കയുമായിട്ട് വേണം സഭ നിൽക്കേണ്ടുന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസോസ് സഭയോട് പറയുന്നതായിട്ടുള്ള സമയത്ത് ഓർമ്മിപ്പിക്കുന്നതെന്ന് ഓർത്തോളം. ഇവിടെ ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം നമ്മുടെ ഈ 3 ആത്മാവിനും പ്രാണനും ദേഹത്തിനും ആവശ്യമാണ്. ശുദ്ധീകരിക്കുന്നത് ആരാണ്? ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. നാം വിചാരിച്ചാൽ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാവത്തില്ലെന്ന് ഓർത്തോണം. കർത്താവ് വേണം നമ്മളെ ശുദ്ധീകരിക്കേണ്ടുന്നത്. പിന്നെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഏത് നിവർത്തിക്കും? ശുദ്ധീകരണം എന്ന് പറയുന്ന പ്രക്രിയ ആര് നിവർത്തിക്കും? യേശു കർത്താവ് നിർവഹിക്കും എന്നുള്ളത് ഓർത്തോണം. അവന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന ഉടനെ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് സംസാരിച്ച ഈ വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. മനസ്സിലായോ? അപ്പം യേശു കർത്താവിനെ നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇവിടെ നമ്മൾ കണ്ടു. യേശു കർത്താവ് എന്തുവാ? യേശു കർത്താവ് എന്താ? വചനം, അല്ലേ? വചനം ജഡമായി തീർന്നു. അപ്പം വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഞാനും നിങ്ങളും ഈ കേൾക്കുന്ന, പരിശോധിക്കുന്ന, അറിയുന്ന ഈ വചനത്തിനാണ് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ എന്താണ്? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. അപ്പോൾ വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കേണ്ടുന്നത് എന്ന് ഓർത്തോളൂ. അപ്പം വചനം കൊണ്ട് വേണം നമ്മൾ കഴുകപ്പെടേണ്ടിയത്. ശുദ്ധീകരണം പ്രാപിക്കേണ്ടുന്നത് കുറച്ച് വെള്ളം കോരി ഒഴിച്ചാൽ ആവത്തില്ല. വചനം കൊണ്ട് വേണം ശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അവസാനിപ്പിച്ചു. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇതിനു മുൻപും പൗലോസ് പല സന്ദർഭങ്ങളിൽ എഫെസോസ് സഭയോട് പറയുന്നുണ്ട്, റോമാ സഭയോട് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള സഭകളോട് ഒക്കെ പറയുന്നുണ്ട്. തെസ്സലോനിക്ക സഭയോട് ഇവിടെയും പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലേ? കർത്താവിൻ്റെ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് സഭയുടെ ചുമതലയാണ് എന്നുള്ളത് ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവാണ് സഹോദരന്മാരെയൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആശീർവാദത്തോടുകൂടെ ഈ ലേഖനം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം.
അപ്പം ഈ ലേഖനം വായിച്ച് കേൾക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതുമൊക്കെ ഒരനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമാണ് എന്നുകൂടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ 1 തെസ്സലോനിക്ക ലേഖനം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്കും ഈ 1 ലേഖനം പഠിച്ച് ഇന്ന് അവസാനിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അതിന് പ്രകാരം ജീവിപ്പാൻ നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.